أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الجنة التي نورث من عبادنا من كان تقيا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. يا رحمة الله إني خائف وجلو. يا نعمة الله إني مفلس عاني. وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സർവ്വധരണീയനായ 4 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഈ പരിപാടിയെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ച തങ്ങളവരുകൾ, പണ്ഡിതന്മാർ, കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF തുടങ്ങിയ പ്രാസ്ഥാനിക രംഗത്തുള്ള നേതാക്കൾ, സഹപ്രവർത്തകർ,
നല്ലവരായ സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ നാട്ടിലെ നല്ലവരായ സത്യവിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന അറിവ് പകർന്നു കൊടുക്കുക എന്ന സദുദ്ദേശത്തോടെ ഇരുപതാം സ്വലാത്ത് വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള മതവിജ്ഞാന വേദിയിലാണ് നാം ഉള്ളത്. ഈ പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണോ അത് പൂർത്തീകരിക്കപ്പെടാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പ്രധാനമായും ലഭിക്കേണ്ടുന്നത് അന്ത്യവിജയം ആണ്. ഇവിടെ ജീവിക്കുമ്പോൾ മുസ്ലിമിന്റെ പേര് വെച്ച് നടന്നതുകൊണ്ട് മാത്രം ആയില്ല, നിസ്കരിച്ചതുകൊണ്ട് മാത്രം ആയില്ല, ജനങ്ങൾക്കിടയിൽ അവനൊരു മുസ്ലിമാണ് എന്ന് അറിയപ്പെട്ടതുകൊണ്ട് മാത്രം ആയില്ല. മറിച്ച് സത്യവിശ്വാസികളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഏറ്റവും പ്രധാനമായും ലഭിക്കേണ്ടുന്നത് അന്ത്യവിജയമാണ്. വൽആഖിബതു ലിൽമുത്തഖീൻ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ ആ അന്ത്യവിജയം ലഭിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, പ്രഭാതത്തിൽ മുസ്ലിമായി ജീവിക്കുന്ന മനുഷ്യർ വൈകുന്നേരമായാൽ അവർ ഈമാൻ ഇല്ലാത്തവരാകുന്നു. വൈകുന്നേരം ഈമാനുള്ള മനുഷ്യർ പ്രഭാതത്തിലായാൽ അവർ ഈമാനില്ലാത്തവരാകുന്നു. ഇങ്ങനെ മനുഷ്യൻ അവൻ അറിയാതെ അവന്റെ ഈമാൻ അല്ലാഹു തആല ഊരിക്കളയുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് ഈ വഅദ് പറയുന്ന ഞാൻ അടക്കം അല്ലാഹു തആല ഹിദായത്തിന്റെ വെളിച്ചം നൽകി അനുഗ്രഹിച്ച നാം ഓരോരുത്തരും ആ ഹിദായത്തിന്റെ വെളിച്ചം കാത്തു സൂക്ഷിക്കൽ അനിവാര്യമാണ്. ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു എന്ന് തീരുമാനിക്കുന്നത് എപ്പോഴാണ്? അവന്റെ മരണത്തോടെയാണ്. മരിക്കുമ്പോൾ മുഅ്മിനായി മരിച്ചോ എന്നാൽ അവൻ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതേസമയം ജീവിതകാലം മുഴുവൻ അവൻ ഖുർആൻ ഓതിയിട്ടുണ്ട്, അവൻ നിസ്കരിച്ചിട്ടുണ്ട്, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ
അവന്റെ മരണം ഈമാനില്ലാത്ത മരണമാണെങ്കിൽ ഈ നിസ്കാരം കൊണ്ടൊന്നും അല്ലാഹു തആല അവന് ഒരു വിലയും കൽപ്പിക്കില്ല. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ജനങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ മുത്തഖീങ്ങളാവുക എന്നത് അനിവാര്യമാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കുകയും അനുസരിക്കുകയും അതനുസരിച്ച് ജീവിതം പാകപ്പെടുത്തുകയും ചെയ്യുന്നവർ, അവരാണ് മുത്തഖീങ്ങൾ. സുഹൃത്തുക്കളെ, അങ്ങനെ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കണം. അല്ലാഹു തആല നമുക്ക് ആ ഭാഗ്യം തരട്ടെ. അതിന് ഏറ്റവും പ്രധാനം അറിവാണ്. ഒരു മനുഷ്യൻ ഈമാൻ കിട്ടി മരിക്കണമെങ്കിൽ അവന് അറിവ് വേണം. അറിവ് വേണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വലിയ ആലിമാകണം എന്നല്ല. അങ്ങനെയാണെങ്കിൽ ആലിമീങ്ങൾ മാത്രമേ ഈമാൻ കിട്ടി മരിക്കൂ, സാധാരണക്കാരൊന്നും ഈമാൻ കിട്ടി മരിക്കൂല എന്നല്ലേ വരിക? അതല്ല. മറിച്ച് ആലിമീങ്ങളെ പോലെ വലിയ വിവരം ഉണ്ടാകണം എന്നില്ലെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ അനിവാര്യമായ കാര്യങ്ങൾ അവൻ പഠിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ, ഇവിടെ ധാരാളം ഉമ്മമാരും സഹോദരിമാരും വഅദിന്റെ സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോ ഒരു സ്ത്രീക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് ഇല്ല എങ്കിൽ ആ അറിവ് ഇല്ലാത്തതിന്റെ പേരിൽ ആ സ്ത്രീയിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ വന്നു എങ്കിൽ ആ തെറ്റിന്റെ വിഷയത്തിൽ അവളുടെ ഭർത്താവും പങ്കാളിയാണ്, കൂട്ടുകാരനാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ഒരു നാട്ടിൽ ഇൽമിന്റെ സദസ്സ് സംഘടിപ്പിച്ചാൽ ഭാര്യനെയും കൂട്ടിയിട്ട് ഭർത്താവ് ആ സദസ്സിലേക്ക് വരൽ നിർബന്ധമാണ്. ചില സ്ഥലത്ത് ഭർത്താക്കന്മാർ വരും, ഭാര്യ വരുന്നുണ്ടോ ഇല്ലേ എന്ന് ഭർത്താവ് ചിന്തിക്കാറില്ല. അങ്ങനെ ആകരുത്. കാരണം ഭർത്താവും കേട്ട് പഠിക്കുമ്പോ ഭർത്താവ് ചിന്തിക്കണം, ഞാൻ മാത്രം കേട്ടാ പോരാ, എന്റെ ഭാര്യയും കൂടി കേൾക്കണം, എന്റെ പെങ്ങളും കൂടി കേൾക്കണം, എന്റെ ഉമ്മയും കൂടി കേൾക്കണം, എന്റെ പെൺമക്കളും കൂടി കേൾക്കണം. അങ്ങനെ അവർ ഇനി ഒരു പക്ഷേ അവർക്ക് ചിലപ്പോ എന്തോ അനിവാര്യം കൊണ്ട് വഅദിന്റെ സദസ്സിലേക്ക് വരാൻ കഴിഞ്ഞില്ല, രോഗികളാണ്, അവർ വീട്ടിൽ കഴിയും. പഴയ കാലം പോലെയല്ല, ഇന്ന് ഓൺലൈനിന്റെ സംവിധാനങ്ങളൊക്കെയുണ്ട് കാണാൻ വേണ്ടി. അപ്പോ അവർക്ക് ഓൺലൈനിന്റെ ലിങ്ക് അയച്ചു കൊടുക്കണം, ഇതിൽ കേൾക്കാം. ഇനി ഒരു ഭാര്യ ഓൺലൈനൊന്നും പരിചയമില്ലാത്ത, അതുപോലെ തന്നെ വാട്സപ്പും മറ്റൊന്നും ഉപയോഗിക്കാത്ത ഭാര്യയാണെങ്കിൽ ഭർത്താവ് എന്താണോ ഇൽമിന്റെ സദസ്സിൽ കേൾക്കുന്നത് ആ അറിവ് ഭാര്യയോട് പോയി പറയണം. അത് ഭർത്താവിന് നിർബന്ധമാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, ഈമാൻ കിട്ടി മരിക്കണമെങ്കിൽ വളരെ പ്രധാനമാണ് അറിവ്. ആ ഉത്തരവാദിത്വമാണ് മാസ്തിക്കുണ്ട് യൂണിറ്റ്, കേരള മുസ്ലിം ജമാഅത്തും SYS-ഉം SSF-ഉം ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അല്ലാതെ സംഘടനക്ക് ആളെ കൂട്ടാനോ മെമ്പർഷിപ്പ് അധികരിപ്പിക്കാനോ ഒന്നും അല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ എന്ത് അമല് ചെയ്യണമെങ്കിലും ഇൽമു വേണം. അതുകൊണ്ട് ഇന്നു മാത്രമല്ല, തുടർന്നുള്ള ദിവസങ്ങളിലും ഇവിടെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ കൊണ്ട് പ്രഭാഷണം നടക്കുകയാണ്. എല്ലാ പുരുഷന്മാരും ഉമ്മമാരും സഹോദരിമാരും ഈ ഇൽമിന്റെ സദസ്സ് നിങ്ങൾ ആഖിറത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇന്ന് വരാത്തവരെ നാളെ നിങ്ങൾ കൂട്ടി വരണം, നിങ്ങളുടെ ബാധ്യതയാണത്. കാരണം ഇൽമില്ലാതെ അമല് ചെയ്താൽ
നിസ്കരിക്കണമെങ്കിൽ നിസ്കാരത്തെക്കുറിച്ചുള്ള അറിവ് വേണം. നോമ്പ് നോൽക്കണമെങ്കിൽ നോമ്പിനെ കുറിച്ചുള്ള അറിവ് വേണം. സകാത്ത് കൊടുക്കണമെങ്കിൽ സകാത്തിനെ കുറിച്ചുള്ള അറിവ് വേണം. ഹജ്ജ് ചെയ്യണമെങ്കിൽ ഹജ്ജിനെ കുറിച്ചുള്ള അറിവ് വേണം. ഉംറ ചെയ്യണമെങ്കിൽ ഉംറയെ കുറിച്ചുള്ള അറിവ് വേണം. അതേ സമയം ഓരോ ഇബാദത്ത് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് വിവരമില്ലാതെ ചെയ്യുകയാണെങ്കിൽ അഅ്മാലുഹു മർദൂദത്തുൻ ലാ തുഖ്ബലൂ, അവന്റെ അമലുകൾ അത് തള്ളപ്പെടുന്നതാണ്, അത് സ്വീകാര്യ യോഗ്യമല്ല. അതുകൊണ്ടാണ് ഒരാൾ കുറെ ഇബാദത്ത് ചെയ്യുന്നു, അതേ സമയം മറ്റൊരാൾ ഇൽമു പഠിക്കുന്നു. ഏറ്റവും കൂടുതൽ പവർ ആർക്കാണ്? ഇൽമു പഠിക്കുന്നയാൾക്കാണ്. കാരണം ഇൽമു പഠിച്ചാൽ ഏത് അമലും ചെയ്യാം. അതേ സമയം ഇൽമില്ലാതെ ഇങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഇബാദത്തിനെ ബാത്തിലാക്കി കളയുന്ന കാര്യം ഇവൻ ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഇവൻ ആ വിവരമില്ലാത്തത് കൊണ്ട് ഇവൻ അത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഇബാദത്ത് ചെയ്തിട്ട് വല്ല കാര്യവുമുണ്ടോ? അപ്പൊ അറിവ് അത് വളരെ പ്രധാനമാണ് സുഹൃത്തുക്കളെ. ആ അറിവിലൂടെ ആത്മീയതയുണ്ടാക്കിയെടുത്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് റബ്ബിൽ നിന്ന് അകന്നു പോകുന്ന കാര്യങ്ങളെല്ലാം കൈവെടിഞ്ഞ് ഈമാൻ കിട്ടി മരിക്കുന്നതിന് തടസ്സമാകുന്നതെന്തെല്ലാമുണ്ടോ അത് ജീവിതത്തിൽ കടന്നു വരാത്ത രൂപത്തിൽ ശ്രദ്ധിക്കണേ. അതിൽ ഒരു 4 കാര്യം മാത്രമാണ് ഞാൻ ഇന്നത്തെ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, പണ്ഡിതന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ ഈമാൻ മരിക്കുന്ന സമയത്ത് ഈമാന് നഷ്ടപ്പെടാത്ത രൂപത്തിൽ സൂക്ഷിക്കണം. ആ രൂപത്തിൽ ജീവിച്ചാലാണ് അല്ലാഹു തആല നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു മറിയം 63-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാണ്, തിൽക്കൽ ജന്നത്തുല്ലതി നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയാ. ഓ ഉമ്മമാരെ, ഓ സഹോദരിമാരെ, ഓ കാരണവന്മാരെ, ഓ ചെറുപ്പക്കാരെ, ദുനിയാവ് നമുക്ക് സ്വർഗം അല്ല, ദുനിയാവ് നമുക്ക് സുഖിക്കാനുള്ളതല്ല, ദുനിയാവ് നമുക്ക് സ്വർഗം അല്ല. ചെറുപ്പക്കാരാ, നീ കളിക്കുന്നു, നിന്റെ വിചാരം ദുനിയാവ് നിനക്ക് സ്വർഗമാണെന്ന്. പക്ഷേ ദുനിയാവ് കളിക്കാനുള്ളതല്ല, ദുനിയാവ് സമയം പാഴാക്കാനുള്ളതല്ല, ദുനിയാവ് സുഖിക്കാനുള്ളതല്ല. സുഖിക്കാനുള്ള ദുനിയാവ് അവിശ്വാസിയുടെ ദുനിയാവാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അങ്ങനെയാണ്. അതേസമയം ദുനിയാവിലെ സൗന്ദര്യത്തിന്റെ പിന്നാലെ പോകുന്ന ദുനിയാവോ, അത് പേരിൽ മുസ്ലിമാണ്, പക്ഷേ അവൻ കപട വിശ്വാസിയാണ്, അവന്റെ ദുനിയാവാണ്. അതേസമയം ഈമാനുള്ളവന്റെ ദുനിയാവോ, വൽ മുഅ്മിനു യതസവ്വദു, ഈമാനുള്ളവൻ ദുനിയാവിൽ സമ്പാദിക്കുകയാണ്. എന്തിനെയാണ് ദുനിയാവിൽ സമ്പാദിക്കുന്നത്? ആഖിറത്തെയാണ്. വതസവ്വദു ഫഇന്ന ഖൈറസ്സാദിത് തഖ്വാ, നിങ്ങൾ സമ്പാദിക്കേണ്ടുന്നത് തഖ്വയാണ്. ആ തഖ്വയുള്ളവർക്ക് മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ.
അതുകൊണ്ടാണ് ചെറുപ്പക്കാരാ ഞാൻ പറഞ്ഞത് ദുനിയാവ് കളിക്കാനുള്ളതല്ല. ഞാൻ വളരെ ഗൗരവത്തിൽ സാന്ദർഭികമായ ഒരു കാര്യം സൂചിപ്പിക്കുന്നു. ഇപ്പൊ എല്ലായിടത്തും IPL-ന്റെ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. IPL ടൂർണമെന്റിന്റെ പ്രചാരണം. സാന്ദർഭികമായിട്ടുള്ള കാര്യങ്ങളല്ലേ ചെറുപ്പക്കാരോടും നാട്ടുകാരോടൊക്കെ പറഞ്ഞാൽ കൂടുതലും ഫലിക്കുക, ഉപകരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ സാന്ദർഭികമായ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും. അത് ആരോടെങ്കിലും വെറുപ്പുണ്ടായിട്ടോ ദേഷ്യം ഉണ്ടായിട്ടോ ഒന്നുമല്ല. സുഹൃത്തുക്കളെ, ഒരുപാട് ചെറുപ്പക്കാരെ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ IPL-ന്റെ വീഡിയോസിന്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ IPL കാണുന്നു, അതിന്റെ പേരിൽ കുറെ നിസ്കാരം ഖളാ ചെയ്യുന്നു, അതിന്റെ പ്രചാരകരാകുന്നു. സുബ്ഹാനല്ലാഹ്, ലക്ഷ്യമില്ലാത്ത ചെറുപ്പക്കാരാണവർ. ഓ ചെറുപ്പക്കാരെ, നമ്മൾ ഒരിക്കലും ലക്ഷ്യമില്ലാത്ത ജീവിതം നയിക്കുന്നവരാകരുത്. ഏത് സമയത്താണ് നമ്മുടെ മരണം പറയാൻ കഴിയില്ല. എത്ര ചെറുപ്പക്കാരാണ് അതാ പെട്ടെന്ന് അപകടത്തിൽപ്പെട്ട് മരിച്ചു പോകുന്നു. കല്യാണം കഴിഞ്ഞിട്ട് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, അപ്പോഴേക്ക് മരിച്ചു. ഞാനിപ്പോ ഈ അടുത്ത് പത്രം വായിച്ചപ്പോൾ ഞാനൊരു റിപ്പോർട്ട് കണ്ടു. നമ്മുടെ ഉപ്പള പരിസരത്ത് അതാ ഒരു ചെറുപ്പക്കാരൻ ബൈക്കിൽ യാത്ര ചെയ്യുന്നു, അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയി. പടച്ച റബ്ബേ, സർവ്വ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ റഹ്മാനേ. നോക്കുമ്പോൾ എന്താണ്, സഹോദരിയുടെ കല്യാണത്തിന് ക്ഷണിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ചെറുപ്പക്കാരൻ ചിന്തിച്ചില്ല, ഞാൻ എൻ്റെ സഹോദരിയുടെ കല്യാണത്തിന് പലരെയും ക്ഷണിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ആരെയെല്ലാം ക്ഷണിക്കുന്നുണ്ടോ അവരെല്ലാം എൻ്റെ സഹോദരിയുടെ കല്യാണത്തിന് വരുന്നു. പക്ഷേ ആ സഹോദരിയുടെ സഹോദരനായ ഞാൻ, എനിക്കെന്റെ സഹോദരിയുടെ കല്യാണം നേരിട്ട് കാണാനില്ല. ഈ ചെറുപ്പക്കാരൻ അത് ചിന്തിച്ചില്ല. സ്വന്തം സഹോദരിയുടെ കല്യാണത്തിന് ക്ഷണിക്കാൻ ബൈക്കിൽ പോയതാണ്, അപകടത്തിൽപ്പെട്ടു, ആക്സിഡന്റായി മരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ഞാനിനി തിരിച്ച് ജീവനോടെ വരൂലെന്ന് പറഞ്ഞു പോയിട്ടില്ല. പെങ്ങളെ കല്യാണത്തിന് ഞാൻ ഉണ്ടാകൂല എന്ന് പറഞ്ഞിട്ടില്ല. അതേ സമയം റബ്ബിന്റെ തീരുമാനമാണ്, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു തആല ഒരു സമയം നിശ്ചയിച്ചാൽ ചെറുപ്പക്കാരാ, പിന്നൊരൽപ്പം പോലും അപ്പുറം നീങ്ങുകയില്ല. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഈ ചിന്തയോടെ ജീവിക്കുന്ന ചെറുപ്പക്കാരൻ IPL ടൂർണമെന്റിന്റെ പിന്നാലെ പോകുമോ? ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് വഅദിന് പോയി. വഅദിന് പോയപ്പോ സുബ്ഹാന ജല്ല ജലാലു, ഒരു ഭാഗത്ത് വഅദ് നടക്കുന്നു, മറ്റൊരു ഭാഗത്ത് കളി നടക്കുന്നു. ആ വഅദിലേക്ക് പോകുന്നത് ഈ കളി നടക്കുന്ന സ്ഥലത്തിലൂടെയാണ്. അങ്ങനെ ഞാൻ അതിലൂടെ ഇങ്ങനെ പോകുമ്പോ ഞാൻ അതിലേക്കൊന്നു നോക്കി. ഈ ചെറുപ്പക്കാരൊക്കെ എണീറ്റ് നിന്നു. ഞാൻ മനസ്സിലാക്കി, ഇതേതായാലും നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാരാണ്. അവർക്ക് ആലിമീങ്ങളോട് ബഹുമാനമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് ദീനിനോട് ബഹുമാനമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അവർ ചിന്തിക്കുന്നില്ല എന്നേയുള്ളൂ. അങ്ങനെ ഞാൻ പോയി വഅദ് പറഞ്ഞു. പിരിവ് നടത്തേണ്ടതൊക്കെ പിരിവും നടത്തി. ഒരു തങ്ങളുണ്ടായിരുന്നു, ദുആക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു തങ്ങളുണ്ടായിരുന്നു. ആ തങ്ങൾ ദുആ ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എവിടുന്ന് മടങ്ങി വരികയാണ്. ആ മടങ്ങി വരുന്ന സമയത്തും കളി നടക്കുകയാണ്. വഅദ് കഴിഞ്ഞു, പിരിവ് നടന്നു, തങ്ങളെ ദുആ കഴിഞ്ഞു. നമ്മളെല്ലാരും മടങ്ങി വരുമ്പോഴും അപ്പോഴും കളി അവസാനിച്ചിട്ടില്ല, കളി നടക്കുകയാണ്. ഞാൻ അവിടെ തന്നെ ഒരു വീട്ടിൽ കിടന്നുറങ്ങി. അല്ലാഹു ആ വീട്ടുകാർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. പടച്ച റബ്ബേ,
രാത്രി എനിക്ക് തീരെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ രാത്രി തീരെ ഉറക്കില്ലാത്തത് കൊണ്ട് അവിടെ തന്നെ കിടന്നുറങ്ങിയതാണ്. സംഘാടകരോട് പറഞ്ഞതാണ് ഞാൻ അവിടെ തന്നെ കിടന്നുറങ്ങും, എനിക്കൊരു സൗകര്യം ചെയ്യണം. രാത്രി തീരെ ഉറക്കില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ കിടന്നുറങ്ങിയതാണ്. അപ്പൊ ഇന്നും തീരെ ഉറക്കില്ല. ഈ പരിപാടി കഴിഞ്ഞ് ഞാൻ നേരെ ബാംഗ്ലൂരിലേക്ക് പോകണം. നാളെ ബാംഗ്ലൂരിൽ കർണാടക സ്റ്റേറ്റ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ആണ്. അങ്ങനെ ഉച്ച 1 മണി വരെ മീറ്റിംഗിൽ കൂടിയിട്ട് ഉച്ചയാകുമ്പോഴേക്ക് അവിടുന്ന് പോകണം. നാളെ രാത്രി കൊടക് ജില്ലയിലെ കൊണ്ടങ്കേരി മഖാം ഉറൂസിന്റെ പ്രഭാഷണമാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അവിടെ രാത്രി ഒന്ന് ഉറക്കം കിട്ടട്ടെ എന്ന് കരുതിയിട്ടൊന്ന് ഉറങ്ങിയതാ. എനിക്ക് ഉറക്കമില്ല. ഉറക്കില്ലാതിരിക്കാൻ കാരണം എന്താ? ഈ കളിയുടെ സ്ഥലത്ത് അവിടുന്ന് ഒച്ചയാണ്. അവിടുന്ന് ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യാണ്, അതിന്റെ ഒച്ചയാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ ആലോചിച്ചു പോയി, പടച്ച റബ്ബേ, അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമു പറഞ്ഞു കൊടുത്താല് ഒരു 11 മണി അപ്പുറം പോയാൽ വിളിച്ചു പറയാൻ പലരും ഉണ്ടാവും. പോലീസ് സ്റ്റേഷനിൽ സമയം അതിക്രമിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു പരിപാടി നിർത്തിയിട്ടില്ല. ഞാൻ ചോദിച്ചു, ഈ കളിയെ നിർത്താൻ ആരും ഇല്ലേ റബ്ബേ? എന്നാ പിന്നെ കളിയെ നിർത്തി എനിക്ക് കുറച്ച് ഉറങ്ങായിരുന്നല്ലോ എന്നാ ഞാൻ മനസ്സിലാക്കിയത്. ഇല്ല. സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ കുറെ കളിക്കുന്നു, കുറെ ചിരിക്കുന്നു, ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ല. സ്വർഗം വേണ്ടേ ചെറുപ്പക്കാരാ? സ്വർഗം വേണ്ടേ അനുജന്മാരെ, ജേട്ടന്മാരെ? ആ സ്വർഗം ആർക്കുള്ളതാണ്? അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, തിൽക്കൽ ജന്ന. ആ സ്വർഗം ഇല്ലേ? ഏത് സ്വർഗം? നമ്മൾ ഇന്ന് വരെ കാണാത്തതവിടെയുണ്ട്, നമ്മൾ ഇന്ന് വരെ കേൾക്കാത്തതവിടെയുണ്ട്, നമ്മൾ ഇന്ന് വരെ ആസ്വദിക്കാത്തതും അനുഭവിക്കാത്തതും അവിടെയുണ്ട്. അതാണ് സ്വർഗം. അല്ലാതെ നമ്മളെ പാണാജന്റെ അടുത്തൊരു സ്വർഗമുണ്ട്, ആ സ്വർഗമൊന്നുമല്ല. നമ്മൾ ഇന്നേ വരെ കാണാത്തത്, ഇന്നേ വരെ കേൾക്കാത്തത്, ഇന്നേ വരെ അനുഭവിക്കാത്തത്, ആസ്വദിക്കാത്തത്, ആ സ്വർഗം വേണ്ടേ ചെറുപ്പക്കാരെ? ആ സ്വർഗം വേണ്ടേ സഹോദരിമാരെ? ആ സ്വർഗം വേണ്ടേ ഉമ്മമാരെ? ആ സ്വർഗം ആർക്കുള്ളതാണ്? ദുനിയാവിൽ കളിച്ച് സമയം പാഴാക്കുന്നവർക്കാണോ? അല്ല. ആ സ്വർഗം ഖുർആൻ പറയാണ്, ആ സ്വർഗം അതാർക്കുള്ളതാണ്? അല്ലതീ നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയാ. നല്ല തഖ്വയോടെ ജീവിച്ചവർക്കാണ് സ്വർഗം. അല്ലാഹുവിനെ പേടിച്ച് ഏത് സമയത്തും റബ്ബിന്റെ നിരീക്ഷണത്തിലാണ് എന്ന ചിന്തയോടെ ജീവിക്കുന്നവരില്ലേ, അവർക്കാണ് സ്വർഗം. ആ സ്വർഗം ലഭിക്കാനുള്ള മാനദണ്ഡം ഈമാൻ കിട്ടി മരിക്കുക എന്നതാണ്. ചെറുപ്പക്കാരെ, നിങ്ങളുടെ ജീവിതകാലത്ത് ഏത് വിഷയവുമായിട്ടാണോ നിങ്ങൾ കൂടുതലും ബന്ധപ്പെടുന്നത്, ആ വിഷയം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, അക്കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മരണം ഉണ്ടാവുക എന്ന് സയ്യിദുനാ മുജാഹിദ്. നിങ്ങൾ ആരും റളിയല്ലാഹു അൻഹു പറയാത്ത സയ്യിദുനാ മുജാഹിദ്? എന്തേ റളിയല്ലാഹു അൻഹു പറയാത്ത? സയ്യിദുനാ മുജാഹിദ് റളിയല്ലാഹു അൻഹു. ഇവിടെ മഹല്ലുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കിയ പുത്തനാശയക്കാരനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. വലിയ മഹാനുണ്ട് മുജാഹിദ് റളിയല്ലാഹു അൻഹു, ആ മഹാൻ പറഞ്ഞതാണ്. അല്ലാതെ മഹല്ലുകളിൽ മുഴുവനും ഫിത്നയുണ്ടാക്കി, ഫസാദുണ്ടാക്കി, കുഴപ്പമുണ്ടാക്കി, ഭിന്നിപ്പുണ്ടാക്കി, ഒരുത്തൻ മറ്റൊരുത്തനെ പരസ്പരം നോക്കാൻ പറ്റാത്ത രൂപത്തിൽ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന പുത്തനാശയക്കാരെ കുറിച്ചല്ല ഞാൻ മുജാഹിദ് എന്ന് പറഞ്ഞത്. ഞാൻ ഒറിജിനൽ മുജാഹിദിനെ കുറിച്ചാ, സയ്യിദുനാ മുജാഹിദ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയാണ്, ജീവിതകാലത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് എന്താണോ അക്കാര്യം ചെയ്യുമ്പോഴാണ് അല്ലാഹു തആല നിങ്ങൾക്ക് മരണം തരികയാണ്. അപ്പോ സുബ്ഹാനല്ലാഹ്, ചില ആളുകൾക്ക് ഇൽമിന്റെ സദസ്സിൽ വന്നിരിക്കാൻ തീരെ സമയമില്ല. എവിടെയെങ്കിലും കച്ചറുണ്ടെങ്കിൽ അവിടെ അയാൾ എത്തും, എവിടെയെങ്കിലും കുഴപ്പമുണ്ടാക്കണമെങ്കിൽ അയാൾ അവിടെ എത്തും. അതേ സമയത്ത് അയാൾക്ക് ഇൽമിന്റെ സദസ്സിലിരിക്കാൻ നേരമില്ല. എന്നാൽ
അയാൾക്ക് അല്ലാഹു തആല കാണിച്ചു കൊടുക്കുന്നത് കുഴപ്പമുണ്ടാക്കുന്ന സദസ്സിനെയാണ്. ആ കുഴപ്പമുണ്ടാക്കുന്ന സദസ്സിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും അല്ലാഹു തആല. ഞാൻ ചോദിക്കട്ടെ, മരിക്കുന്ന സമയത്ത് അസ്സദസ് അല്ലാഹു തആല കാണിച്ചു കൊടുത്താൽ ഈമാൻ കിട്ടി മരിക്കാൻ കഴിയുമോ? അതേ സമയം ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളതാ ഇൽമിന്റെ സദസ്സിൽ വന്ന് പങ്കെടുത്തവരാണോ? ധാരാളം ഇൽമിന്റെ സദസ്സിൽ കൂടിയിട്ട് ഇൽമ കേട്ട് പഠിച്ചവരാണോ? എന്നാൽ നിങ്ങൾ മരിക്കാൻ സമയമെടുത്തപ്പോ നിങ്ങൾക്ക് അല്ലാഹു തആല നിങ്ങളെ കൺമുന്നിൽ ഇൽമിന്റെ സദസ്സ് കാണിക്കുകയാണ്. ആ ഇൽമിന്റെ സദസ്സ് കാണിക്കുമ്പോൾ നിങ്ങൾ കലിമ ചൊല്ലിയിട്ട് മരിക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട സയ്യിദനാ മുജാഹിദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. എന്നാ ചെറുപ്പക്കാരാ, നീ എപ്പോഴും കളി ഗ്രൗണ്ടിൽ സമയം പാഴാക്കുന്നവനാണെങ്കിൽ നീ എപ്പോഴും ക്രിക്കറ്റ് കളിക്കുകയാണ്, എപ്പോഴും ഫുട്ബോൾ കളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ മരിക്കുന്ന സമയം അല്ലാഹു തആല നിനക്ക് കാണിച്ചു തരുന്നത് കളി ഗ്രൗണ്ടാണ്. ആ കളി ഗ്രൗണ്ടിൽ കുറെ ആൾ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്നു, കുറെ ആൾ ഫുട്ബോൾ കളിക്കുന്നു. അത് കാണുമ്പോ ഓ ഞാൻ കലിമ ചൊല്ലിട്ട് മരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കലിമ ചൊല്ലിട്ട് മരിക്കാറുണ്ടോ? അല്ല, കഴിയില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാര് 4 കാര്യം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ എന്റെ ഇന്നത്തെ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. വഅൻ ബഅദിഹിം, ചില പണ്ഡിതന്മാര് പരിചയപ്പെടുത്തുന്നു, അന്ന മിനൽ അസ്ബാബില്ലതി യുഖ്ശാ അലാ സാഹിബിഹാ മിൻ സൂഇൽ ഖാതിമ. ചില കാര്യങ്ങൾ ചെയ്താൽ അവന്റെ അന്ത്യം മോശമായി പോകും. വളരെ ശ്രദ്ധിക്കണം. പിന്നെ തൊപ്പി വെച്ചിട്ട് കാര്യമില്ല, മുണ്ടാസും കെട്ടിയിട്ട് കാര്യമില്ല, മൊയിലാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആജിയാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില കാര്യങ്ങൾ ചെയ്താൽ അവന്റെ അന്ത്യം മോശമായി പോകും. വൽഇയാദു ബില്ലാഹ്. അല്ലാഹു തആല നമ്മയൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരട്ടെ. അങ്ങനെ അന്ത്യം മോശമാക്കി കളയുന്ന കാര്യങ്ങളിൽ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു 4 കാര്യം. ആ 4 കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നിങ്ങൾ അന്ത്യം മോശമാണ്, സൂക്ഷിക്കണം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. അതിൽ ഒന്നാമത്തത് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, അന്ത്യം മോശമായി പോകുന്നതിൽ ഒരു കാര്യം അത്തഹാബുനു ബിസ്സലാത്ത്, നിസ്കാരത്തെ ശ്രദ്ധിക്കാതിരിക്കുക. നിസ്കരിക്കാതിരിക്കുക എന്നല്ല, നിസ്കരിക്കലൊന്നു വേറെ, നിസ്കാരത്തെ ശ്രദ്ധിക്കലൊന്നു വേറെ. നിസ്കരിക്കാതിരിക്കലൊന്നു വേറെ, നിസ്കാരത്തെ ശ്രദ്ധിക്കാതിരിക്കലൊന്നു വേറെ. ചില ആളുകളുണ്ട്, അവരെപ്പോഴും കൃത്യമായും നിസ്കരിക്കും. ഓ ഉമ്മമാരെ, നിങ്ങളെ കുറിച്ച് തന്നെ ഞാൻ പറയട്ടെ, എല്ലാരെ കുറിച്ചല്ല, ചില ഉമ്മമാരെ കുറിച്ച്. അവർ വീട്ടിലുള്ള സമയത്ത് കൃത്യമായും നിസ്കരിക്കുന്ന ഉമ്മമാരാണ്. അതേ സമയം അതാ മാസ്തിക്കുണ്ടിൽ ഒരു കല്യാണമുണ്ട്. ആ കല്യാണ വീട്ടിൽ പോയി, പക്ഷേ കല്യാണ വീട്ടിൽ നിസ്കാരമില്ല. എത്ര പുതിയാപ്പിളയുടെയും പുതിയ പെണ്ണിന്റെ നിസ്കാരമാണ് കല്യാണത്തിന്റെ അന്നത്തെ ദിവസം നിസ്കാരം ഖളായി പോയത്. എല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്, കൈപിടിക്കുന്ന തിരക്കിലാണ്, കെട്ടിപ്പിടിക്കുന്ന തിരക്കിലാണ്. പുതിയാപ്പളന്റെ നിസ്കാരം ഖളായി, പുതിയ പെണ്ണിന്റെ നിസ്കാരം ഖളായി. ഉമ്മമാരെ, നിങ്ങളതാ അങ്ങാടി തെരുവുകളിലൂടെ കുറെ വലസുകയാണ്, കുറെ അങ്ങാടിയിൽ പോവാണ്. ആ അങ്ങാടിയിൽ പോയ സമയത്ത് നിങ്ങളതാ വൈകുന്നേരം അങ്ങാടിയിൽ പോയി, നിങ്ങൾ ചെർക്കളയിൽ പോയി, അല്ലെങ്കിൽ കാസർഗോട്ടിൽ പോയി, നിങ്ങൾ വൈകുന്നേരം പോവുകയാണ്. അങ്ങനെയല്ലേ മിക്കവാറും പർച്ചേസിങ്ങിനും അങ്ങാടിക്കൊക്കെ പോകുന്ന വൈകുന്നേരം. ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് അസർ വരെ ഒന്ന് കിടന്നുറങ്ങും. അസർ നിസ്കരിച്ചിട്ട് ഭർത്താവും ഭാര്യയും കുട്ടികളൊക്കെ ഒന്നിച്ചു പോവാണ് പർച്ചേസിങ്ങിന് വേണ്ടി. ഉമ്മമാർ ശ്രദ്ധിക്കണം, സഹോദരിമാർ ശ്രദ്ധിക്കണം. ആ പർച്ചേസിങ്ങിന് പോയാലോ മഗ്‌രിബ് നിസ്കാരം ഖളായി പോകും.
പിന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് ഇശാ ബാങ്ക് കൊടുത്തിട്ടാണ്. ഇശാ ബാങ്ക് കൊടുത്താൽ മഗ്രിബ് നിസ്കാരം ഖളായി, മഗ്രിബിന്റെ സമയം കഴിഞ്ഞു. എന്നാ പിന്നെ ഉമ്മമാരെ, നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വന്നിട്ട് നിങ്ങൾ മഗ്രിബ് ഖളാ വീട്ടും. എന്നാലും നിങ്ങൾ പർച്ചേസിംഗിന്റെ സമയത്ത് നിങ്ങൾ നിസ്കാരത്തെ ശ്രദ്ധിക്കാതിരുന്നു. അത്തഹാവുന ബിസ്വലാ, നിസ്കാരത്തെ ശ്രദ്ധിക്കാതിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, നിസ്കരിക്കാതിരുന്നു എന്നല്ല. പിന്നെ എന്തേ അസമയത്ത് പോലും ഒന്ന് നിസ്കരിക്കണമെന്ന് തോന്നാതിരുന്നത്? അല്ലെങ്കിൽ ഞാൻ അസമയത്ത് പോയാൽ എന്റെ നിസ്കാരം ഖളായി പോകും, മഗ്രിബ് നിസ്കാരം ഖളായി പോകും എന്ന് കരുതാത്തത് എന്തേ? അത് നിസ്കാരത്തെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അത്തഹാവുന ബിസ്വലാ, നിസ്കാരത്തെ ശ്രദ്ധിക്കാതിരിക്കുക എന്നത് അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോകാനുള്ള വഴിയാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ചില കച്ചവടക്കാരുണ്ട്, അവര് നല്ലവണ്ണം നിസ്കരിക്കും, കൃത്യമായും നിസ്കരിക്കും. അതേ, പള്ളി അടുത്ത് തന്നെയുള്ളത് കൊണ്ട് അവർ കൃത്യമായും ജമാഅത്തിൽ പങ്കെടുക്കും. അതേ സമയം ഒരു ദിവസം ഭയങ്കര ഒരു ഓർഡർ വന്നു. ഒരു കല്യാണം ഉണ്ട് നാട്ടിൽ. അങ്ങനെ ആ കല്യാണത്തിന്റെ ഓർഡർ വന്നപ്പോ ഇതാ ആ സാധനങ്ങളൊക്കെ കെട്ടിക്കൊടുക്കുന്നതിന്റെ തിരക്കിലായപ്പോ ഇവനതാ നിസ്കാരം ശ്രദ്ധിച്ചില്ല. ആ നിസ്കാരം ഖളായി പോയി. അതും നിസ്കാരത്തെ ശ്രദ്ധിക്കാതിരിക്കുന്നതിന്റെ ഭാഗമാണ്. സുബ്ഹാന ജല്ല ജലാലു. അങ്ങനെ നിസ്കാരം ശ്രദ്ധിക്കാതിരിക്കുക, അത് മരിക്കുന്ന സമയം ഈമാനിനെ ഊരിക്കളയുന്നു കേട്ടോ. ഓ രക്ഷിതാക്കളെ, ചോദിക്കട്ടെ, നിങ്ങളെ പെൺമക്കളില്ലേ? നിങ്ങളുടെ ആൺമക്കളില്ലേ? ആ ആൺമക്കൾ അവരതാ സ്കൂളിൽ പോകുന്നു. അതേ സമയം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, വെള്ളിയാഴ്ച ദിവസം അതാ പള്ളിയിലെ ജുമഅയിൽ അവർ പങ്കെടുക്കുന്നത് എപ്പോഴാണ്? അവരതാ +1 +2 പഠിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അവർക്ക് ജുമഅ നിസ്കാരം കിട്ടുന്നില്ല. എന്റെ മകനും എന്റെ മകൾക്കും ഭൗതിക വിദ്യാഭ്യാസം നല്ലവണ്ണം കിട്ടട്ടെ എന്നാലോചിക്കുന്ന രക്ഷിതാക്കളെ, എന്തേ നിങ്ങൾ അവരുടെ നിസ്കാരത്തെ കുറിച്ച് ചിന്തിക്കാത്തത്? ആ മക്കൾ നിങ്ങൾ ഖബറിൽ കിടക്കുമ്പോ നിങ്ങൾക്ക് തുണയായി വരണ്ടേ? നാളെ പരലോകത്ത് നിങ്ങളെ കൈപിടിച്ച് ആ മക്കൾ നിങ്ങളെ സ്വർഗത്തിലേക്ക് ആനയിക്കണ്ടേ? എന്തേ നിങ്ങൾ ആ മക്കളുടെ ഭൗതിക വിദ്യാഭ്യാസം ശ്രദ്ധിച്ചതുപോലെ ആ മക്കളുടെ നിസ്കാരവും മറ്റും നിങ്ങൾ ചിന്തിക്കാത്തതെന്തേ? പല സ്കൂളിൽ പോകുന്ന മക്കള് വെള്ളിയാഴ്ച ജുമഅയിൽ വരുന്നത് എപ്പോഴാണ്? ഇമാമ്, ഉസ്താദ് അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കുന്നവരുടെ ജുമഅ നിസ്കാരം അത് രണ്ടാമത്തെ റക്അത്തിന്റെ റുക്കൂവും കഴിഞ്ഞിട്ട് അപ്പുറം പോയപ്പോഴാണ് ഇവൻ ജുമഅയിൽ പള്ളിയിൽ വരുന്നത്. അവന്റെ ജുമഅ കിട്ടിയോ? അവന്റെ ജുമഅ കിട്ടിയില്ല, അവന്റെ ജുമഅ നഷ്ടപ്പെട്ടു. ഇതെന്തേ രക്ഷിതാക്കൾ ചിന്തിക്കാത്തത്? ഇതുപോലെ ചോദിക്കട്ടെ, എന്റെ മകൾ +2 പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്നു. അവൾ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുമ്പോ അവൾ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വൈകുന്നേരമാണ്. അസർ കഴിഞ്ഞാൽ വീട്ടിലെത്തുന്ന ഇവൾ ളുഹർ നിസ്കാരം എവിടെ നിസ്കരിച്ചു? എല്ലാ ദിവസവും ഇവൾ ളുഹർ നിസ്കാരം ഖളാക്കിയാൽ ഇവള് തെമ്മാടിത്തരമുള്ള പെണ്ണായി എന്നല്ലേ ഇസ്ലാം പറയുന്നത്? എന്തേ രക്ഷിതാക്കൾ അതിനെ കുറിച്ച് ചിന്തിക്കാത്തത്? അതുകൊണ്ട് ഞാനിപ്പോ എല്ലാരോടും പറയാണ്, ഒരു കാര്യം കൂടി ചിന്തിക്കണം രക്ഷിതാക്കൾ. ഇപ്പോ ഞാൻ പത്രത്തിൽ വായിച്ചു, എന്താ വായിച്ചെന്നറിയോ? കണ്ടത് പറയണല്ലോ. ബുധനും വ്യാഴവും രക്ഷിതാക്കളൊക്കെ സ്കൂളിൽ എത്തിയിരിക്കണം എന്നാണ് പത്രത്തിലുള്ളത്. അപ്പൊ ഞാൻ എന്താ അങ്ങനെ ബുധനും വ്യാഴവും സ്കൂളിൽ രക്ഷിതാക്കൾ എത്തണം എന്ന് പറയാൻ കാരണം, അതിന്റെ അടിഭാഗത്ത് വിശദമായിട്ടുള്ള വിവരങ്ങൾ കൂടി വായിച്ചപ്പോഴാണ് മനസ്സിലായത്. എന്താണെന്നറിയോ?
ബുധനും വ്യാഴവും ഇന്നിപ്പോ തിങ്കളല്ലേ, എന്നാ ബുധനും വ്യാഴവും പരീക്ഷ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മുടെ മക്കൾ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ അവർ പരീക്ഷ കഴിഞ്ഞ് പരീക്ഷ ഹാളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോ ഇന്ന് ഭൗതികത മാത്രം ഉള്ള കലാലയങ്ങളിൽ തോന്നിവാസം നടക്കും. കളറുകൾ ഇങ്ങനെ തെരിപ്പിക്കുകയാണ്. സന്തോഷം കൊണ്ടാണ്. ചിലപ്പോ അടിയും നടക്കും, സന്തോഷം കൊണ്ടുള്ള അടി. അങ്ങനെ ഉണ്ടല്ലേ, സ്വന്തം ചങ്ങായിനെ വിളിക്കുകയാണ് വേറൊരുത്തൻ, കൽബേ എന്ന്. എന്താണ് നീ അവനെ കൽബേന്ന് വിളിച്ചു ചോദിച്ചപ്പോ അത് സ്നേഹം കൊണ്ട്, എന്റെ ചട്ടി ജോസ്തിയാണ് അവൻ, എന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു. അങ്ങനെ സ്നേഹം കൊണ്ട് അങ്ങനെയാ വിളിക്കല്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഈ കളറുകൾ ഇങ്ങനെ തെരിപ്പിക്കുകയാണ്, കളറുകൾ ഇങ്ങനെ തെരിപ്പിക്കുകയാണ്. മാത്രല്ല, ആണ് പെണ്ണിന്റെ കുപ്പായത്തിൽ ഒരു കളറ് മഷിയുള്ള പേന കൊണ്ട് ഒന്ന് എഴുതി കൊടുക്കുന്നു. പെണ്ണ് ആണിന്റെ കുപ്പായത്തിലും ആണ് പെണ്ണിന്റെ കുപ്പായത്തിലും. എന്താണ് അത്? എഴുതിയത് കുപ്പായത്തിലാണെങ്കിലും നമ്മൾ ഇവിടുന്ന് പരസ്പരം പിരിയാണെങ്കിലും ഈ എഴുത്ത് മനസ്സിൽ വേണം. അപ്പൊ ഐ ലവ് യു എന്ന് എഴുതി കൊടുത്തു. ഇത് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പത്രത്തിൽ തന്നെ വന്നു, ബുധനും വ്യാഴവും രക്ഷിതാക്കളും കൂടി സ്കൂളിൽ വരണം, എന്നാലേ മാന്യമായിട്ട് മക്കളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റൂ. അതിന് ബാപ്പാന്റെ ഉമ്മാന്റെ വർത്താനം കേൾക്കുന്ന മക്കളാണെങ്കിൽ അല്ലേ രക്ഷിതാക്കൾ വന്നിട്ട് കാര്യമുള്ളൂ. ചിലപ്പോ രക്ഷിതാക്കൾ വന്നാൽ ബാപ്പാനോട് ഉമ്മാനോട് പറയും, നിങ്ങൾ നടന്നോളി, ഞങ്ങൾ വന്നോളാന്ന് പറയും. അങ്ങനത്തെ മക്കളാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒരുപാട് തോന്നിവാസങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷിതാക്കളോട് പറയട്ടെ, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയമാണിപ്പോ. നിങ്ങളെ മക്കളെ കുറിച്ച് ആലോചിക്കാനുള്ള സമയമാണിപ്പോ. അവരുടെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളെ കണ്ടു കാണുന്ന ഭൗതിക കലാലയങ്ങളിൽ പോയി ചേർത്തി പഠിപ്പിക്കുന്നതിന് പകരം നിങ്ങൾ ആൺമക്കളെ ആയാലും പെൺകുട്ടികളെ ആയാലും ദീനും ദുനിയാവും രണ്ടും കൂടി പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ സാദാത്തുക്കളും ആലിമീങ്ങളും ആ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് വെറുതെയല്ല, കേവലം അവരുടെ മക്കൾ പഠിക്കാൻ വേണ്ടിയല്ല, ഈ സമുദായത്തിലെ മക്കൾ പഠിക്കാനാണ്. ഉമ്മമാരെ, അതുകൊണ്ട് നിങ്ങളെ 7ാം ക്ലാസ് പഠനം പൂർത്തിയായ പെൺമക്കളാണോ, ഇതുപോലെ 7ാം ക്ലാസ് പഠനം പൂർത്തിയായ ആൺമക്കളാണോ, അവരെ നിങ്ങൾ നല്ല സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർത്തി പഠിപ്പിക്കണം. എന്നാൽ പഠിച്ചു തീരുമ്പോഴേക്ക് അതാ അവർ നല്ല മക്കളായി വരുന്നു. ഇപ്പൊ എല്ലാരും ചോദിക്കണത്, ഉസ്താദേ ശരീഅത്ത് പഠിച്ച പെണ്ണ് എവിടെങ്കിലും ഉണ്ടോ എന്നാണ്. എന്തിനാ ചോദിക്കുമ്പോ കല്യാണം കഴിക്കാനാണ്. അപ്പൊ ഡോക്ടറിനും വേണ്ടത് ശരീഅത്ത് പഠിച്ച പെണ്ണാണ്. കാരണം ഡോക്ടർ ശരീഅത്ത് പഠിച്ചിട്ടില്ല. അപ്പൊ ഡോക്ടർ പറയാണ്, എനിക്കും കൂടി ഇൽമ പറഞ്ഞു തരുന്ന ഒരു പെണ്ണിനെ എനിക്ക് വേണം. എത്ര സ്ഥലത്താ നമ്മൾ പോയപ്പോ എന്നോട് പറയണത്, ഇനിയിപ്പോ ഇതും കൂടി കേട്ടിട്ട് നിങ്ങൾ നാളെ എന്നെ വിളിക്കാൻ നോക്കണ്ട, ഉസ്താദേ എന്റെ മോളുണ്ട്, ശരീഅത്ത് പഠിച്ച മോളാണ്, അങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. 2 കാര്യം ഞാൻ തീരെ ചെയ്യാറില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്ന 2 കാര്യമാണ്. ഒന്ന്, ഒരു ആലോചന ഒപ്പിച്ചു കൊടുക്കുക. ഒരാണിനൊരു പെണ്ണും ഒരു പെണ്ണിനൊരാണും. എന്താ കാരണം അറിയോ? എന്തെങ്കിലും ഒരു പ്രശ്നമായാല് പിന്നെ പറയും അത് ആ മൊയിലാർ കാണിച്ചു തന്നതാ, അതുകൊണ്ടാ പ്രശ്നം ഉണ്ടായത്. ഇതുപോലെ രണ്ടാമത്തത്, പള്ളിക്കൊരു മൊയിലാരെ കാണിച്ചു കൊടുക്കൂല. എന്താ കാരണം? അയാളെ പള്ളിയിൽ സേവനം ചെയ്ത് ഒരുപാട് നല്ല കാര്യം പഠിപ്പിച്ചു, കുട്ടികൾക്ക് നല്ല ഇൽമു പഠിപ്പിച്ചു കൊടുത്തു, മദ്രസയിലെ മക്കൾക്ക് നല്ല അറിവ് പഠിപ്പിച്ചു, മക്കളെ മനസ്സിൽ ആലിമീങ്ങളെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചു, തങ്ങന്മാരെ ബഹുമാനം പഠിക്കാൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആരും പറയില്ല, നല്ല മൊയിലാരാ നൗഫൽ സഖാഫി നമ്മുടെ നാട്ടിലേക്ക് നല്ല മൊയിലാരിനെ തന്നു എന്ന് പറയില്ല. അതേ സമയത്ത് ഇയാൾ എന്തെങ്കിലും ഒരു ഫിത്ന ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ ഫിത്ന ഉണ്ടാക്കാതിരിക്കും? അത് തന്നത് മറ്റേ മൊയിലാരല്ലേ എന്ന് എന്നെ കുറിച്ച് പറയും. അതുകൊണ്ട് ഈ 2 കാര്യത്തിന് ഞാൻ തീരെ വഴങ്ങി കൊടുക്കാറില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അതേ സമയത്ത് ഉമ്മമാരെ, നിങ്ങളെ പെൺകുട്ടികൾക്ക് നല്ല ദീന് പഠിപ്പിച്ച പെൺകുട്ടികളാണെങ്കിൽ എന്നാൽ ആ മക്കൾക്ക് നല്ല ആലോചന വരും, അവർ വേഗം കല്യാണം കഴിക്കും. ഡോക്ടർ പഠിക്കുന്ന പെൺകുട്ടികളുണ്ട്. പടച്ച റബ്ബേ, എത്ര ഉപ്പമാരാണ് എന്നോട് തന്നെ പറഞ്ഞവരുണ്ട്, എത്രയോ വയസ്സായിട്ട് ഇപ്പോഴും കല്യാണം ശരിയായിട്ടില്ല. അതേ സമയത്ത് ശരീഅത്ത് പഠിച്ച പെണ്ണാണെങ്കിൽ
17 വയസ്സാകുമ്പോഴേക്ക് തന്നെ കല്യാണിക്ക് സമയമായി. പിന്നെ 18 ആകണം എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് കുറച്ചു നേരം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഞാനിപ്പോ ഈ അടുത്തൊരു സ്ഥലത്ത് വേദന പോയി, നമ്മുടെ കർണാടകയിൽ. അവിടെ നോക്കുമ്പോൾ പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജ് ഉണ്ട്, ശരീഅത്ത് കോളേജ്, ദീൻ പഠിക്കുന്ന പെൺകുട്ടികളുടെ കോളേജാണ്. അപ്പൊ അതിന് നേതൃത്വം കൊടുക്കുന്നവർ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇവിടെ ഇപ്പൊ ഇത്ര കുട്ടികളുണ്ട്, കണക്ക് പറഞ്ഞു, ഇത്ര കുട്ടികളുണ്ട്, എണ്ണം പറഞ്ഞു. അതേസമയം ഇത്ര കുട്ടികൾക്ക് കല്യാണം ഉറപ്പായിട്ടുണ്ട്. അപ്പൊ പകുതി ഒരു 50 കുട്ടികളാണെങ്കിൽ 25 കുട്ടികൾക്ക് കല്യാണം ഉറപ്പായിട്ടുണ്ട് എന്നാണ്. പഠിക്കുന്ന സമയത്ത് തന്നെ കല്യാണം ഉറപ്പായി. അതേസമയം പഠിക്കുന്ന സമയത്ത് തന്നെ കല്യാണം ഉറപ്പായി. നിങ്ങളിവിടെ എത്തിയില്ലേ? അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം കൊടുക്കട്ടെ. നമ്മുടെ താജുക്ക നമ്മുടെ ആ ഭാഗത്ത് എവിടെ പോയാലും മൂപ്പറ വീട്ടിലാണ് താമസിക്കാൻ പോണത്, വിശ്രമിക്കാൻ പോണത്, നമ്മുടെ സ്വന്തം വീട് പോലെ. അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ, ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് കല്യാണ വീട്ടില് അപ്പൊ 25 പേരും കല്യാണം കഴിഞ്ഞു പോയി എന്നാണ്. നിങ്ങൾക്ക് അവിടെ ഇരിക്കാനാ ഇഷ്ടം, ഇവിടെ ഇരിക്കാനാ ഇഷ്ടം? ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും, ഇൽമിന്റെ സദസ്സിൽ ഇരുന്നിട്ട് കേൾക്കാനായിരിക്കും ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ചില സ്ഥലത്ത് വേദന പോയാല് കുറച്ചു നേരം സ്റ്റേജിൽ ഇരുന്നിട്ട് പിന്നെ മെല്ലെ ഇറങ്ങിയിട്ട് അവിടെ പോയിരിക്കും. എന്താ കാരണം ചോദിച്ചാൽ അത് നേരിട്ട് കണ്ടു കേൾക്കുമ്പോൾ അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെ. സ്റ്റേജിൽ ഇരിക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയില്ല എന്നറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ നിർബന്ധിക്കാത്തത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ 25 പെൺകുട്ടികൾക്കും കല്യാണം ഉറപ്പായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ കാരണം അറിയോ? കാരണം അവർ ശരീഅത്ത് പഠിച്ചതിന്റെ നേട്ടമാണ്. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളെ പെൺകുട്ടികൾക്ക് ഡോക്ടർ പഠിപ്പ് പഠിപ്പിച്ചാൽ അവളെ ഭർത്താവിന്റെ വീട്ടിൽ അവൾ എങ്ങനെ വേണമെന്ന് അവൾക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പല വാതിലും പറയാറുണ്ട്, നിങ്ങളെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം മാത്രം കൊടുത്താ പോരാ. നിങ്ങളെ മകളെ കല്യാണം കഴിഞ്ഞാൽ മകളെ ഭർത്താവിന്റെ ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടത് MBBS അല്ല, നിങ്ങളെ മകളെ MBBS അല്ല, അവളെ എഞ്ചിനീയറിംഗ് പഠനമല്ല. അമ്മോസനും അമ്മായിമാക്കും വേണ്ടത് എന്താണെന്നറിയാമോ? സുബഹി നിസ്കാരം കഴിഞ്ഞ് അമ്മോസനും അമ്മായിമയും ഖുർആൻ ഇങ്ങനെ ഓതാണ്. ആ ഓതുന്ന സമയത്ത് നല്ലൊരു സുലൈമാൻ ഉണ്ടാക്കി തരുന്ന മരുമകളെയാണ് വേണ്ടത്. അപ്പൊ ഭർത്താവിനെയും ഭർത്താവിന്റെ ബാപ്പാനെയും ഉമ്മാനെയും സ്നേഹിക്കാൻ പറ്റിയ ഒരു സ്ത്രീ, ആ പഠനം വേണമെങ്കിൽ ദീൻ പഠിച്ചാലേ അത് കിട്ടൂ. നിങ്ങളെ BA പഠനത്തിൽ അതുണ്ടാകൂല, BCom പഠനത്തിൽ അതുണ്ടാകൂല, SSLCയിൽ അതുണ്ടാകൂല, +1 ഉണ്ടാകൂല, +2 ഉണ്ടാകൂല, MA ഉണ്ടാകൂല, MPhil ഉണ്ടാകൂല, MCom ഉണ്ടാകൂല, PhD ഉണ്ടാകൂല. അത് കിട്ടണമെങ്കിൽ ശരീഅത്ത് പഠിക്കണം. ഭർത്താവിന്റെ വീട്ടിൽ പിണങ്ങാതെ കാലാകാലം ഭർത്താവിന്റെ കൂടെ കഴിയണം. എന്നാൽ അവൾക്ക് ശരീഅത്തിനെ കുറിച്ചുള്ള ബോധം വേണം. ഉമ്മമാരെ, നിങ്ങളെ മക്കൾക്ക് അതിനേറ്റവും നല്ല സമയമാണിപ്പോ. ഇപ്പൊ തന്നെ നിങ്ങൾ ചിന്തിക്കണം, ഈ പരീക്ഷ കഴിഞ്ഞാൽ അവളെ അതുപോലെയുള്ളൊരു നല്ല സ്ഥലത്ത് പോയി ചേർത്തി പഠിപ്പിക്കണോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട, ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഒന്നാമത്തെ കാര്യം, അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒന്നാമത്തെ കാര്യം അത്താവുനു ബിസ്വലാത്ത്, നിസ്കാരത്തെ ശ്രദ്ധിക്കാതിരിക്കലാണ്. ഇത് റജബ് മാസമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മിഅ്റാജ് യാത്ര പോയപ്പോ ആ നേതാവിന് സമ്മാനം കിട്ടിയതല്ലേ നിസ്കാരമെന്നത്. അപ്പൊ നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം, ഒരു തീരുമാനമെടുക്കണം. ഇനി എന്റെ ജീവിതത്തിൽ ഒരു നേരത്തെ നിസ്കാരവും മുടങ്ങിപ്പോകൂല. എനിക്ക് എല്ലാത്തിനേക്കാളും വലുതെന്റെ നിസ്കാരമാണ്. കാരണം നിസ്കാരം സൃഷ്ടാവായ റബ്ബിനോടുള്ള സംഭാഷണമാണ്. ഒരു MLA യോട് സംസാരിക്കലല്ല, ഒരു മന്ത്രിയോട് സംസാരിക്കലല്ല, മുഖ്യമന്ത്രിയോട് സംസാരിക്കലല്ല, പ്രധാനമന്ത്രിയോട് സംസാരിക്കലല്ല. എല്ലാവരെയും ഭരിക്കുന്ന ഒരു ഭരണാധികാരി, രാജ്യത്തെ മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ MLA മാരെയും എല്ലാവരെയും ഭരിക്കുന്ന ഭരണാധികാരി സൃഷ്ടാവായ അല്ലാഹ്.
ആ റബ്ബിനോടുള്ള സംഭാഷണമാണ് നിസ്കാരം. അത് മുടങ്ങിക്കൂടാ. ആ റബ്ബിനോട് അടുക്കാനുള്ള ഏറ്റവും നല്ല സമയമാണ് നിസ്കാരത്തിലുള്ള സുജൂദ്. അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. ഒരു അടിമ ഉടമയായ റബ്ബിനോട് ഏറ്റവും അടുക്കാൻ പറ്റിയ സമയം വഹുവ സാജിദ്, അവൻ സുജൂദ് ചെയ്യുന്ന സമയത്താണ്. അവൻ നിസ്കാരം വളരെ ശ്രദ്ധിക്കണം. ഇനി പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ കാര്യം. നീ എത്ര നല്ലവനായാലും അതാ മരിക്കുന്ന സമയത്ത് ഈമാന് നഷ്ടപ്പെടുത്തി കളയുന്ന രണ്ടാമത്തെ കാര്യം ഷുർബുൽ ഖംരി, മദ്യപാനമാണ് കേട്ടോ. ഒരിക്കലും ജീവിതത്തിൽ കള്ളു കുടിക്കാൻ പാടില്ല. മദ്യപാനികളാകരുത്, ലഹരികൾക്ക് അടിമപ്പെട്ടു പോകരുത്. ഇന്ന് പല ചെറുപ്പക്കാരും, ചില ചെറുപ്പക്കാരുണ്ട്, അവര് മദ്യപാനികളല്ല, കള്ളു കുടിക്കൂല, പിന്നെ സിറപ്പ് കുടിക്കുകയാണ്. ഞാനൊരു സ്ഥലത്ത് വേദന പോയപ്പോ എന്നോട് സംഘാടകർ പറഞ്ഞു, ഉസ്താദേ ഈ സിറപ്പ് കുടിക്കുന്നതിനെ കുറിച്ച് വേദന അറിയണം. സിറപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സിറപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായില്ല? ഇവിടെ അങ്ങനെ പറയില്ല, പറയില്ല, ഇല്ല. ആ അതാ പ്രശ്നം, ഇംഗ്ലീഷ് ഇല്ല ഇവിടെ. എന്നായിക്കോട്ടെ. ടോണിക് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായോ? ടോണിക് അത് മനസ്സിലായോ? മനസ്സിലായോന്ന്? ആ ടോണിക്. ഇനിയിപ്പൊ ഇല്ലാന്ന് കണ്ട ഇപ്പൊ മെഡിക്കൽ ഇവിടെ അടുത്തുണ്ടോ? എന്നാ ഞാൻ തന്നെ ഇറങ്ങിപ്പോയിട്ടൊന്ന് കാണിച്ചു വരട്ടെ. അതുവരെ നിങ്ങളാരെങ്കിലും അറിഞ്ഞാൽ ടോണിക് മനസ്സിലായില്ലേ? അപ്പൊ ടോണിക് കുടിക്കുന്നതിനെ കുറിച്ച് അറിയണം. അപ്പൊ ഞാൻ ഈ സംഘാടകരോട് ചോദിച്ചു, ടോണിക് കുടിക്കുന്നതിനെ കുറിച്ച് അറിയണം എന്ന് പറഞ്ഞാൽ അത് കുടിക്കണ്ടാന്ന് പറയണോ കുടിക്കണം എന്ന് പറയണോ? എന്താന്ന് മനസ്സിലായില്ലല്ലോ. കാരണം ഞാനും ടോണിക് കുടിക്കും, ഞാനും സിറപ്പ് കുടിക്കും. ചിലപ്പോ ഡോക്ടറെ അടുത്ത് പോയി എനിക്ക് ചുമ ഉണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർ ചിലപ്പോ സിറപ്പ് തരും, ടോണിക് തരും, ഞാൻ കുടിക്കും. അപ്പൊ ഇവർ പറഞ്ഞു അങ്ങനല്ല ഉസ്താദേ, പിന്നെന്താണ്? സുബ്ഹാനല്ലാഹ് ഉസ്താദേ, ഇവിടെ ചില ചെറുപ്പക്കാരുണ്ട്, അവരെപ്പോഴും പുകവലിക്കുന്നവരാണ്. പുകവലിക്കുന്നതിനെ കുറിച്ചൊന്നുമല്ല കേട്ടോ ഞാനിപ്പോ പറയുന്നത്, ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ നിരന്തരം പുകവലിക്കുമ്പോ അവർക്ക് ചുമ തുടങ്ങും. ആ ചുമ തുടങ്ങിയാൽ അവര് തന്നെ നേരിട്ട് അതാ ഷോപ്പിൽ പോയി ഒരു ടോണിക് വാങ്ങും. ആ ടോണിക് വാങ്ങി കുടിക്കും. ഒരു ദിവസം മുഴുവനും അവർ ഉറക്കത്തിലാണ്. അടുത്ത ദിവസം ആയപ്പോഴേക്ക് അവരെ ചുമ മാറിയിരിക്കും. എത്ര ഭയങ്കര ശക്തമായ ചുമയാണെങ്കിലും അത് മാറിയിരിക്കും. എന്താ സംഭവം? ലഹരി കളർത്തിയതാണത്. അന്ന് ഫുള്ളായിട്ട് ഉറക്കാണ്. അവന്റെ നിസ്കാരം പോയി. ളുഹർ നിസ്കാരമില്ല, അസ്ർ നിസ്കാരമില്ല, മഗ്രിബില്ല, ഇശാ ഇല്ല. ഓ ചെറുപ്പക്കാരെ, നിങ്ങളതാ ലഹരിക്ക് അടിമപ്പെട്ടാൽ ഇന്ന് എത്ര മഹല്ലുകളിലെ ചെറുപ്പക്കാരാണ്. ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ നല്ലവരായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതേ സമയത്ത് എത്ര മഹല്ലിലെ ചെറുപ്പക്കാരാണ് അവരിങ്ങനെ ഇതാ ലഹരി ഉപയോഗിക്കുന്നു. പെൺകുട്ടികളുമുണ്ട്, ലഹരി ഉപയോഗിക്കുന്ന പെൺകുട്ടികളുമുണ്ട്. എന്നോടൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ പെൺകുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു. ഞാനിതാ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് പെൺകുട്ടികൾ ഇങ്ങനെ തലയിൽ തട്ടമിട്ടിട്ടുള്ള പെൺകുട്ടികൾ ഇങ്ങനെ ഓടി വരികയാണ്. ഓ നിങ്ങൾ മംഗലാപുരത്തു അതുപോലെ തന്നെ എറണാകുളത്തു അവിടെയൊക്കെ നിങ്ങളുടെ പെൺമക്കളെ ഭൗതിക ഡിഗ്രിയുടെ പേരും പറഞ്ഞ് പഠിക്കാൻ പറഞ്ഞേക്കാറുണ്ടല്ലോ. അവരവിടെ ഏത് രൂപത്തിൽ ജീവിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ രക്ഷിതാക്കളെ? നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ഭൗതിക വിദ്യാഭ്യാസം കൊടുത്ത് നിങ്ങൾ ആഖിറത്തിൽ നരകം സമ്പാദിക്കുകയല്ലേ? പടച്ചറപ്പിന്റെ കോടതിയിൽ വിരൽ കടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് പെൺമക്കളായാലും സ്വന്തം മക്കളായാലും പേരമക്കളായാലും അവര് എവിടെയെങ്കിലും പോയിട്ട് ഭൗതികം പഠിക്കുന്നുണ്ടെങ്കിൽ അവരെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണോ. ഞാനിത് പറയാൻ കാരണം ഇയാൾ പറയാണ്
ഈ പെൺകുട്ടികൾ ഇങ്ങനെ ഓടുമ്പോ അവരെ പിന്നാലെ പോലീസ് ഓടുകയാണ്. ഞാൻ ഈ പോലീസിനോട് ചോദിച്ചു, എന്തേ നിങ്ങൾ ആ പെൺകുട്ടികളെ പിന്നാലെ ഓടുന്നത്? ഈ പോലീസ് പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞാൽ ഇങ്ങനെ സമ്മതിക്കൂല, അങ്ങക്ക് കാണിച്ചു തരാം. അങ്ങനെ പോലീസിന്റെ കൂടെ ഞാനും പോയി. ഇയാൾ പറയാണ്, മംഗലാപുരത്തുള്ള ഒരാൾ എനിക്ക് ഫോൺ വിളിച്ചതാണ്, അയാളെ പേരും എനിക്കറിയാം, അയാളെ നമ്പർ എന്റെ അടുത്തുണ്ട്, അഡ്രസ്സും അറിയാം. അതേ സമയത്ത് ഇപ്പൊ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് വിഷയം മനസ്സിലാക്കിയാൽ മതിയല്ലോ. അതേ സമയം ഇയാൾ പറയാണ്, ഞാൻ ആ പെൺകുട്ടിയുടെ അടുത്ത് പോയി നിൽക്കുമ്പോ പോലീസ് ഈ പെൺകുട്ടികളുടെ ബാഗ് തുറക്കാൻ പറഞ്ഞു. ആ പെൺകുട്ടികൾ ബാഗ് തുറന്നു. ആ ബാഗ് തുറന്നു നോക്കിയപ്പോ അതിലുള്ളത് മുഴുവനും മയക്കുമരുന്നാണ്, ലഹരി പദാർത്ഥങ്ങളാ. നമ്മുടെ പെൺമക്കള് വരെ ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരാ, നീ ഇവിടെ ചിലപ്പോ ചില ചെറുപ്പക്കാർ പറയുന്ന അതാണ്, എന്തിനാ ലഹരി ഉപയോഗിക്കുന്നത് ചോദിക്കുമ്പോ കിക്ക് കിട്ടാൻ വേണ്ടി എന്നാ പറയുന്നത്, കിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഹരാണ്. എന്നാൽ നീ നിനക്ക് ഹരം കിട്ടാൻ വേണ്ടി അത് ഉപയോഗിക്കുമ്പോ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ലഹരി ഉപയോഗിച്ചാൽ മരിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോകൂ. ഈമാനിനെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാണ് ലഹരി ഉപയോഗം. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞതിന് ശേഷം മൂന്നാമതായിട്ട് അതാ പണ്ഡിതന്മാര് പറയാണ്, വഉഖൂഖുൽ വാലിദൈൻ. സുഹൃത്തുക്കളെ, ഈമാൻ മരിക്കുന്ന സമയത്ത് നഷ്ടപ്പെടാനുള്ള മൂന്നാമത്തെ കാരണമാണ് ഉമ്മാനരിക്കരിക്കൽ, ബാപ്പാനരിക്കരിക്കൽ. നമ്മളൊരിക്കലും മാതാപിതാക്കളെ തള്ളിപ്പറയുന്നവരാകരുത്. ചില ആളുകൾ ഭാര്യയും ഭർത്താവും ഉംറക്ക് പോകാൻ വേണ്ടി ഒരുങ്ങാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഭാര്യയും ഭർത്താവും മക്കളും ഉംറക്ക് പോകാൻ വേണ്ടി വരുന്നതാണ്. അപ്പൊ ഭർത്താവ് ഭാര്യനോട് പറയാണ്, നീ ഇപ്പൊ ഉമ്മാനോടൊന്നും പറയണ്ട, ആ സമയാവുമ്പോ പറഞ്ഞാ മതി. ഏത് ഉമ്മാനോട്? ഇവന്റെ സ്വന്തം ഉമ്മാനോട് പറയണ്ട, ഭാര്യന്റെ ഉമ്മാനോട് പറയണ്ടെന്നല്ല. ഭർത്താവ് ഭാര്യനോട് പറയാണ്, എന്റെ ഉമ്മാനോട് തന്നെ പറയണ്ട ഇപ്പൊ. എന്താ കാരണം? ഇപ്പൊ പറഞ്ഞാല് ഉമ്മയും കൂടി പുറപ്പെടും, അത് ശരിയാവില്ല. അപ്പൊ പിന്നെ ഞാനും വരാം എന്ന് ഉമ്മ പറഞ്ഞാൽ നമുക്ക് പറയാലോ, ഉമ്മ അതിന് വിസ വേണം, അതിന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം. ഇപ്പൊ അതൊന്നും പറ്റൂല. ഒരു ദിവസം മുമ്പ് ഉമ്മാനോട് പോയിട്ട്, ഉമ്മ ഉംറക്ക് പോവാണ് ഞങ്ങൾ നാളെ എന്ന് പറയുമ്പോ ഉമ്മ ഞാനും കൂടി വരും എന്ന് പറയുമ്പോ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഉമ്മാന്റെ വിസയും പോകുന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് ഇപ്പൊ ഉമ്മാനോട് പറയണ്ട, തലേന്ന് പറഞ്ഞാ മതി. ധിക്കാരിയല്ലടാ നീ ധിക്കാരിയല്ലേ, നിനക്കാ ഉമ്മാന്റെ മകനാണെന്ന് പറയാൻ വല്ല അർഹതയുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഉമ്മയും ബാപ്പയും നമുക്ക് പ്രധാനപ്പെട്ടവരാണ്. അൽ വാലിദാനി ബാബാനി മിൻ അബ്വാബിൽ ജന്ന. സ്വർഗത്തിലേക്ക് നീ പോകാനുള്ള രണ്ട് പ്രധാനപ്പെട്ട കവാടങ്ങളാണ് ഉമ്മയും ബാപ്പയും. ഓ ചെറുപ്പക്കാരാ, നിന്റെ ബാപ്പ നിനക്ക് എത്രയാണ് അധ്വാനിച്ചത്? ഓ പെങ്ങളെ, നിനക്ക് വേണ്ടി നിന്റെ ബാപ്പ എത്രയാണ് അധ്വാനിച്ചത്? ഇന്ന് നല്ല സാമ്പത്തികമായ ശേഷിയുണ്ട്, പഴയ കാലം പോലെയല്ല. അതേസമയം പഴയ കാലത്തോ ഒരു നേരത്തെ കഞ്ഞു കുടിക്കാൻ പോലും ശേഷിയില്ലാത്ത കാലം ഉണ്ടായിരുന്നല്ലോ. അക്കാലത്ത് ബാപ്പ കഞ്ഞു കുടിച്ചില്ലെങ്കിലും മകൾക്ക് കൊടുക്കുന്ന കാലമുണ്ടായിട്ടില്ലേ? ഞാൻ പട്ടിണി കിടന്നാലും സാരമില്ല, എന്റെ മകൾ പട്ടിണി കിടക്കരുത് എന്ന് പെങ്ങളെ ചിന്തിച്ചില്ലേ? ഇന്ന് ആ ബാപ്പാന്റെ പെരടി ചവിട്ടിയിട്ട് കണ്ടു കാണുന്ന കാമുകന്റെ കൂടെ ഒളിച്ചോടാൻ നിനക്കൊരു ലജ്ജയുമില്ലല്ലോ പെങ്ങളെ. സുബ്ഹാനല്ലാഹ്. ഇതുപോലെ ചെറുപ്പക്കാരെ നിങ്ങൾ മനസ്സിലാക്കണം, ഉമ്മമാരെ എത്രയാണ് സ്നേഹിച്ചത്. അതാ സ്കൂളിൽ പോകുമ്പോ, അതിനു മുമ്പ് ഞാൻ പറയട്ടെ, ഉമ്മ പ്രസവിക്കുകയാണ്. ഉമ്മ അതാ പ്രസവിക്കുന്നതിന് മുമ്പ് ഗർഭം ചുമന്നു. അപ്പൊ നേരത്തെയുള്ളതുപോലെയല്ല, ഗർഭം ചുമന്നപ്പോ ക്ഷീണം വന്നു. പിന്നെ കിടക്ക കാണുമ്പോ കിടക്കാൻ തോന്നിപ്പോകും, കിടക്ക കാണുമ്പോ കിടക്കാൻ തോന്നിപ്പോകും. അങ്ങനെ ക്ഷീണാണ്.
സുബ്ഹാനല്ലാഹ്, ഉമ്മാക്കത് സാരമില്ല. കാരണം എന്റെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിന് വേണ്ടി ഉമ്മ സഹിക്കുകയാണ്. പിന്നെ യഥാ വയറിങ്ങനെ വീർത്തു, കുട്ടി ഇങ്ങനെ വലുതാവാണ്, വയറ് വീർത്തു. ഉമ്മാക്കോ നടക്കാൻ കഴിയുന്നില്ല. ചിലപ്പോ ഉമ്മാക്ക് ശ്വാസം വിടാൻ തന്നെ കഴിയുന്നില്ല, വയറ് വീർത്തുപോയി. പക്ഷെ അപ്പോഴും ഉമ്മ അത് സഹിക്കുകയാണ്. എന്തേ കാരണം? എന്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഉമ്മ സഹിക്കുന്നത്. പിന്നെയോ, പിന്നെ ഗർഭപാത്രത്തിലുള്ള സമയത്ത് ഈ കുഞ്ഞോ ഒന്നിങ്ങനെ കാലുകൊണ്ട് ചവിട്ടുന്നു, കൈകൊണ്ട് അതാ കുത്തുന്നു. അപ്പൊ ഉമ്മാക്ക് വേദനയാണ്. അപ്പോഴും ഉമ്മാക്ക് പ്രശ്നമില്ല. ഉമ്മയതാ നിന്റെ ബാപ്പാനെ പിടിച്ചിട്ട് പറയൂ, ഇതാ നിങ്ങളൊന്ന് ഇവിടെ കൈവച്ച് നോക്കൂ, നിങ്ങളെ മകന്റെ കാലാണിത്, നിങ്ങളെ മകന്റെ കൈയാണിത്, നോക്കിവിടെ അനങ്ങുന്നത് നോക്ക്, നിങ്ങള് തൊട്ടു നോക്ക്. നീ എവിടുന്ന് കാലുകൊണ്ട് ചവിട്ടുമ്പോ ഉമ്മാക്ക് വേദനയാകുന്നുണ്ട്, പക്ഷേ ഉമ്മ അത് പ്രശ്നമാക്കണില്ല, ഉമ്മാക്ക് അത് സന്തോഷമാണ്. ആ വേദന നിന്നെ കാണാനുള്ള സമയം അടുത്തു എന്നതിന്റെ പേരില് ഉമ്മാക്ക് വലിയ സന്തോഷമാണ്. അപ്പൊ ഉമ്മാക്കത് സന്തോഷം. പിന്നെയോ ഉമ്മ നിന്റെ ബാപ്പാനോട് പറയാണ്, നിങ്ങളെപ്പോലെ തന്നെ മൂണു ഭാര്യ ചോറുള്ള കണ്ട്, നിങ്ങളെപ്പോലെ ഭാര്യ ചോറുള്ള അവന് ബാത്റൂമിൽ കുസ്തി കളിച്ചോണ്ടുള്ള, വയറ്റിന്റെ ഉള്ളിൽ തന്നെ കുസ്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെപ്പോലെ തന്നെ ഭയങ്കര ജോറ് തോന്നുന്നുണ്ട് എന്ന് ഉമ്മ പറയും. ഉമ്മക്ക് വേദനയാണ്, എന്നാലും ഉമ്മ അത് സഹിക്കുകയാണ്. ഉമ്മ അത് ബാപ്പാനോട്, സ്വന്തം ഭർത്താവിനോട് പറയാണ്. എന്നിട്ട് പ്രസവിക്കാനുള്ള സമയം എടുക്കൂ, അതാ വേദന വരുന്നു. ആ വേദന സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. പല ഭർത്താക്കന്മാരും വന്നിട്ട് പറയും, ഉസ്താദേ ഭാര്യ ഗർഭിണിയാണ്, സുഖപ്രസവത്തിന് ദുആ ചെയ്യണം, അതിന് ഇയാളൊക്കെ പ്രസവിച്ചിട്ട് നോക്കണം, സുഖമാണോ അല്ലേന്ന് നോക്കണം, എന്നാലല്ലേ സുഖപ്രസവം ആണോ അല്ലേന്ന് മനസ്സിലാവുക. പക്ഷെ പറയലെങ്ങനെയാണ്? അതേസമയം പല ഡോക്ടേഴ്സുമാർ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ചില സ്ത്രീകള് അവര് നോർമൽ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടെന്ന് ഡോക്ടറിനോട് പറയും. എന്തേ കാരണം? നോർമൽ ഡെലിവറി വേദനിക്കാണ്. ആ വേദനിച്ചിട്ട് പ്രസവിക്കുകയാണ്. അതേ സമയത്തോ പെട്ടെന്ന് സിസറിൻ ചെയ്യാൻ വേണ്ടി പറയും, എന്നാ പിന്നെ വേദന വേണ്ടല്ലോ. ഇരിക്കട്ടെ, അപ്പൊ നോർമൽ ഡെലിവറി നമ്മൾ പറയുന്നത് സുഖപ്രസവമാണ്, അതിന്റെ വേദന അവർക്കേ അറിയൂ, നമ്മളത് പ്രസവിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോഴും ഉമ്മാക്ക് പരാതിയില്ല. അപ്പോഴും നിന്നെയൊന്ന് പ്രസവിച്ച് കിട്ടണമെന്ന് ഉമ്മ ചിന്തിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പ്രസവിച്ച ഉടനെ ഉമ്മാക്ക് ഉമ്മാന്റെ ശരീരത്തെ കുറിച്ച് ചിന്തയില്ല. ഉമ്മ അപ്പോഴും നോക്കുന്നത് നിന്റെ മുഖത്തേക്കാണ്. അങ്ങനെ നമ്മെ പോറ്റി വളർത്തിയ നമ്മുടെ ഉമ്മ തീർന്നില്ല സഹോദരങ്ങളെ. ആ ഉമ്മ പിന്നീട് നിങ്ങൾ ആലോചിക്കണം, അതാ അതുണ്ടോ പറഞ്ഞു തീർക്കാൻ ഇല്ല. സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നു, എല്ലാം തയ്യാറ് ചെയ്ത് പറഞ്ഞേക്കുന്നു. മക്കളോ കൃത്യസമയത്ത് വീട്ടിലേക്ക് മടങ്ങി എത്തിയില്ല എന്ന് കണ്ടാൽ ഉമ്മ വാതിൽക്കൽ വന്നു നിൽക്കും, എന്തേ മോൻ ഇപ്പോഴും വരാത്തത്? പിന്നെ സ്കൂളിലേക്ക് വിളിച്ചു ചോദിക്കും, എന്താ മക്കൾ വന്നിട്ടില്ലല്ലോ? അവർക്ക് ഏത് സമയം കുട്ടികളെ കുറിച്ചുള്ള ചിന്തയാണ്. അതേസമയം ചെറുപ്പക്കാരാ, നമ്മളോ മക്കളോ അവരെ സന്തോഷിപ്പിക്കുന്നില്ല. നമ്മളെ വളരെ സന്തോഷിപ്പിച്ചവരാണ് അവര്, പക്ഷെ അവരെ നമ്മൾ സന്തോഷിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നാളെ ഒരു കല്യാണത്തിന് പോകാണ്ടെന്ന് കരുതാ. നാളെന്താ ആഴ്ച? ചൊവ്വാഴ്ച അല്ലേ? കല്യാണം ഉണ്ടാവൂല. ആര് പറഞ്ഞു? ഇന്നിപ്പോ കല്യാണം ഉണ്ടാകാനുള്ള മാനദണ്ഡം ഓഡിറ്റോറിയത്തിന് ഒഴിവെന്നാണോ അന്നാണ് കല്യാണം. ഇതിന്റെ അർത്ഥം ചൊവ്വാഴ്ച കല്യാണം പാടില്ല എന്നൊന്നുമല്ല, അങ്ങനൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നാളെ ഒരു കല്യാണത്തിന് പോകാനുണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പൊ ഉമ്മാക്ക് മകനോട് പറയാൻ പേടി, മോനെ നമ്മളവിടെ ഒരു കല്യാണം ഉണ്ട്, നമുക്ക് നാളെ ഒന്നിച്ച് പോയി വരാം, അത് പറയാൻ ഉമ്മാക്ക് പേടിയാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു, ഉസ്താദേ ഞാൻ ഹജ്ജിന് പോയിട്ടില്ല, ഉംറക്കും പോയിട്ടില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര വയസ്സ് കുറെ ആയിട്ടുണ്ട്, 70 കഴിഞ്ഞിട്ടുണ്ട്. അതേ സമയം നിങ്ങൾ എന്തേ ഇത്രയും കഴിഞ്ഞ ഹജ്ജിന് പോകാത്തത്? ഇയാള് കരഞ്ഞുപോയി. ഗൾഫിലുള്ള സർവ പ്രവാസികളും കേൾക്കണം എന്റെ സംസാരം. സുബ്ഹാനല്ലാഹ്, ഇയാൾ പറഞ്ഞു, ഉസ്താദേ
ഞാനും എന്റെ ഭാര്യയും ഹജ്ജിന് പോയിട്ടില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഹജ്ജിന് പോകാൻ ആഗ്രഹമില്ലേ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. നിങ്ങൾക്ക് എത്ര മക്കളാണ്? ഇയാള് മക്കളെ എണ്ണം പറഞ്ഞു, ഒന്നിലധികം ആൺമക്കളുണ്ട്. ഞാൻ ചോദിച്ചു, ആൺമക്കൾ എവിടെയാണ്? പറഞ്ഞു സൗദിയിലാണ്. ഞാൻ പറഞ്ഞു, ഹജ്ജിന് പോകേണ്ടത് സൗദിക്കന്നല്ലേ, ഖത്തറിലേക്കല്ലല്ലോ. ഹജ്ജിന് പോകേണ്ടത് ഒമാനിലേക്കല്ലല്ലോ, ന്യൂസിലാൻഡിലേക്കല്ലല്ലോ. ഹജ്ജിന് പോകേണ്ടത് സൗദിയിലേക്ക് തന്നെയല്ലേ. അപ്പോഴേക്ക് ഇയാള് പറയാൻ തുടങ്ങി, ഉസ്താദേ പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ മക്കൾ അവിടെയുണ്ട്. ആ മക്കൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അവർ ഉംറ ചെയ്തിട്ടുണ്ട്, അവരെ ഭാര്യമാരും അവരെ മക്കളും ചെയ്തിട്ടുണ്ട്. പോരാ, അവരെ ഭാര്യമാരുടെ ഉമ്മാനെ കൊണ്ടും ബാപ്പാനെ കൊണ്ടും ഉംറ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെയും എന്റെ ഭാര്യനെയും ഉംറ ചെയ്യിപ്പിക്കാൻ എന്റെ മക്കൾക്ക് ഇന്നേ വരെ മനസ്സ് വന്നിട്ടില്ല. എന്തൊരു കട്ടിയുള്ള വാക്കാണത്! അത് പോരെ ഈ മക്കൾ ഈമാനില്ലാതെ ചത്തുപോകാൻ? കുറെ ഹജ്ജ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ബാപ്പാന്റെ മനസ്സ് സന്തോഷിപ്പിക്കാതെ, ഉമ്മാന്റെ മനസ്സ് സന്തോഷിപ്പിക്കാതെ കുറെ ഹജ്ജ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഭാര്യനെ ഉംറക്ക് കൂട്ടിക്കൊണ്ടുപോയി, മക്കളെ ഉംറക്ക് കൂട്ടിക്കൊണ്ടുപോയി, അതോടൊപ്പം ഭാര്യന്റെ ഉമ്മാനെയും ബാപ്പാനെയും കൂട്ടിക്കൊണ്ടുപോയി. സ്വന്തം ഉമ്മാനെ കൂട്ടിക്കൊണ്ടുപോയില്ല, സ്വന്തം ബാപ്പാനെ കൂട്ടിക്കൊണ്ടുപോയില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയാകരുത്. നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കേണ്ടത് അവർക്കാണ്. ഇതിന്റെ അർത്ഥം ഭാര്യന്റെ ബാപ്പാനെ സ്നേഹിക്കാൻ പാടില്ല, ഉമ്മാനെ സ്നേഹിക്കാൻ പാടില്ല എന്നല്ല. അവരെയും അങ്ങനെ കാണണം. പക്ഷേ സ്വന്തം ഉമ്മാനെയും ബാപ്പാനെയും പരിഗണിക്കാതെ ഭാര്യന്റെ ഉമ്മാനെ ബാപ്പാനെ മാത്രം പരിഗണിച്ചത് കൊണ്ടായോ? അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇരിക്കട്ടെ, പണ്ഡിതന്മാര് വീണ്ടും പറയാണ്, ഇതുപോലെ അതാ നാലാമത്തൊരു കാര്യം, ആ ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ ഇന്നത്തെ സംസാരം അവസാനിപ്പിക്കുകയാണ്. നാലാമത്തെ കാര്യം, ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ ചത്തുപോകാനുള്ള നാലാമത്തെ കാര്യം, അതൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് ശല്യം ചെയ്യാം. വലിയ വിഷയമാണല്ലോ. മുസ്ലിമീങ്ങൾക്ക് ശല്യം ചെയ്യാം ഭയങ്കര ഹരം കിട്ടുന്ന കാര്യമാണ് അല്ലേ? ഒരുത്തം വലിയ കാറിൽ ഇങ്ങനെ പോവാണ്. വലിയ കാറിൽ ഇങ്ങനെ പോകുമ്പോ ഇപ്പുറത്തോളം പറയാണ്, ഓൻ അവിടെ പോയിട്ട് ഒന്ന് തട്ടിയെങ്കിമയ്യാവാന്ത്, എതിറിൽ പോയിട്ട് ഒന്ന് തട്ടിയെങ്കിമയ്യാവാന്ത്. എന്താ കാരണം? ഇയാൾ വലിയ കാറിൽ പോകുന്നത് മറ്റേ ആൾക്ക് സഹിച്ചില്ല. അതൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്ക് ശല്യം ചെയ്യാം, മുസ്ലിമീങ്ങൾക്ക് ഇടങ്ങേറ് കൊടുക്കുക. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തയച്ചോ? കൊടുക്കണ്ട. ബേം ബക്കറ്റ് കൊടുക്ക, സംഘാടകർ ബേം ബക്കറ്റ് കൊടുത്തയക്കിട്ടാ. സ്ത്രീകളുടെ ഭാഗത്തേക്ക്. അവർ ഏത് ഭാഗത്തായിരിക്കണം? ഈ മരന്റെ പുറത്താ? ഈ കാണുന്ന മരന്റെ? ആയിക്കോട്ടെ. ഉമ്മമാരെ, നിങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തയക്കുന്നുണ്ട്. നല്ല സംഭാവന നിങ്ങൾ അതിൽ നിക്ഷേപിക്കുക. അല്ലാഹു തആല എല്ലാവർക്കും സന്തോഷം കൊടുക്കട്ടെ. അപ്പോ ഈമാനില്ലാതെ ചത്തുപോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മുസ്ലിമീങ്ങളെ ശല്യം ചെയ്താൽ മതി. ബേം ചത്തുപോകും ഈമാനില്ലാതെ. ഇന്നിപ്പോ നിസ്കാരം ഇല്ലാഞ്ഞിട്ടാണോ? നിസ്കാരം ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല, നിസ്കാരം ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? നിസ്കരിക്കാത്തവരൊന്നുമില്ല, നിസ്കാരം ഇഷ്ടം പോലെ ഉണ്ട്. നോമ്പും ഉണ്ട്, വഅദ് പറയലുണ്ട്, സംഘടിപ്പിക്കലുണ്ട്, കേൾക്കലും ഉണ്ട്, ദിക്റ് ചൊല്ലലുണ്ട്, ഖുർആനുണ്ട്. തസ്ബീഹ് കയ്യിലില്ലാത്തവരാരുമില്ല, എല്ലാവരുടെ കയ്യിൽ തസ്ബീഹ് ഉണ്ട്. അതേ സമയം ചില മനുഷ്യന്മാരുണ്ട് മുസ്ലിമീങ്ങൾക്ക് വല്ലാതെ ശല്യം ചെയ്യും. അങ്ങനെ ആകരുത്. സുബ്ഹാനല്ലാഹ്, ഇവനെ കണ്ടാൽ അവന് പറ്റൂല, അവനെ കണ്ടാൽ ഇവന് പറ്റൂല. അങ്ങനെയാകരുത്. ഒരു മുസ്ലിം വേറെ ഒരു മുസ്ലിമിനെ ശല്യം ചെയ്യരുത്. ഒരു മുസ്ലിം വേറെ ഒരു മുസ്ലിമിനെ ശല്യം ചെയ്യരുത്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, മുസ്ലിമീങ്ങൾക്ക് ശല്യം ചെയ്താൽ ഈമാനില്ലാതെ ചത്തുപോകും കേട്ടോ. ഇത് പറഞ്ഞ കൂട്ടത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, അയൽവാസികളെ ശല്യം ചെയ്യുന്നവരില്ലേ? അയൽവാസികളെ വീട്ടിലേക്ക് റോഡില്ല,
എന്തേ നിങ്ങളെ വീട്ടിലേക്ക് റോഡില്ലാത്തെന്ന് ചോദിക്കുമ്പോ അത് അയാൾ റോഡ് തരുന്നില്ല. ഇപ്പൊ ഇയാളെ ആഗ്രഹം അയൽവാസിയുടെ വീട്ടിലേക്ക് റോഡ് ഉണ്ടാകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, അയാളെ വീട്ടിലേക്ക് റോഡില്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ഖൈറാണ്, എന്ത് നേട്ടമാണ്. നമ്മളങ്ങനെ ആകരുത്. മുസ്ലിമീങ്ങൾക്ക് ശല്യം ചെയ്യുന്നവരാകരുത്. മുസ്ലിമീങ്ങളെ ഗീബത്ത് പറയരുത്. ചില മനുഷ്യന്മാരുണ്ട് ഫിത്നയല്ലാതെ വേറൊന്നുമില്ല. അവർക്ക് നാട്ടിൽ ഫിത്നയുണ്ടാക്കണം. അതിന് ആലിമീങ്ങളെ കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുക്കൂ. തങ്ങന്മാരെ നിസ്സാരപ്പെടുത്താൻ ശ്രമിക്കൂ. തങ്ങന്മാരെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തണമെന്ന് പറഞ്ഞു കൊടുക്കൂ. നമ്മളങ്ങനെ ആകരുത്. മുസ്ലിമീങ്ങൾക്ക് ശല്യം ചെയ്യരുത്. മുസ്ലിമിനൊരു ഖൈറ് കിട്ടിയാൽ നമ്മൾ അതിന്റെ പേരിൽ സന്തോഷിക്കണം. മുസ്ലിമിനൊരു അപകടമുണ്ടായാൽ നമുക്ക് അതാ സങ്കടം തോന്നണം. അതുകൊണ്ടല്ലേ ന്യൂസിലാൻഡിൽ ഒരു ചങ്ങാതി വെള്ളിയാഴ്ച പള്ളിക്ക് ജുമയ്ക്ക് വന്ന മുസ്ലിമീങ്ങളെ വെടിവെച്ചു കൊന്നു. വെടിവെച്ച് കൊന്നപ്പോ ആദ്യമായി ശബ്ദിച്ചത് ഒരു തലയെകെട്ട് കെട്ടിയ പണ്ഡിതൻ, ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ, സുൽത്താനുൽ ഉലമ ശൈഖുന കാന്തപുരം എ പി ഉസ്താദ്. അല്ലാഹുവേ, നീ ഇവിടുത്തെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കണേ അല്ലാഹ്. എന്താ കാരണം ന്യൂസിലാൻഡിലാണ് കൊന്നതെങ്കിലും ഒരു മുസ്ലിമിന് സങ്കടമുണ്ടായാൽ തങ്ങൾ പോവാണ്. അല്ലാഹുവേ, നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. നമ്മുടെ എല്ലാ സാദാത്തുക്കൾക്കും നീ ആഫിയത്തും അവർക്കും നമുക്കൊക്കെ ആഫിയത്ത് നൽകണേ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ന്യൂസിലാൻഡിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ ഇന്ത്യക്കാരനും കേരളക്കാരനുമായ ഉസ്താദ് അവരുകൾ ശബ്ദിക്കാൻ കാരണം അവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് പ്രയാസം അത് നമ്മുടെ പ്രയാസമാണ്. സുബ്ഹാനല്ലാഹ്. ഞാനിപ്പോ 2 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് വേദന പോയപ്പോ അവിടെ ഒരാളിനോട് പറഞ്ഞു അവിടുത്തെ ഒരു പരിപാടിക്ക് ഉസ്താദിനെ കിട്ടണില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്തേ കിട്ടാൻ ചോദിച്ചപ്പോ ഉസ്താദ് ന്യൂസിലാൻഡിലേക്ക് പോവാണെന്ന് പറഞ്ഞു. ഉസ്താദ് ന്യൂസിലാൻഡിലേക്ക് പോവാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. എന്തിനാണ് ഈ ന്യൂസിലാൻഡിലേക്ക് പോകേണ്ട ആവശ്യം? അത് ചിന്തിക്കാൻ പാടില്ല. അത് മുസ്ലിമീങ്ങൾക്ക് ഒരു സങ്കടം ഉണ്ടായാൽ ആ സങ്കടത്തിൽ നമ്മൾ കൂറാകണം. അത് ഈമാൻ കിട്ടി മരിക്കാനുള്ള അടയാളമാണ്. അതേസമയം അത് അവന് എന്ത് വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ. ചില മനുഷ്യന്മാരുണ്ട് എവിടെങ്കിലും പിന്നെ റോട്ടിൽ ഒരു ആക്സിഡന്റ് കണ്ടാൽ ഇവൻ വണ്ടി നിർത്തൂല. പിന്നെ വണ്ടി നിർത്തിയാൽ പിന്നെ അവനെ നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോണ്ടി വരും. അപ്പൊ നമ്മളെ വണ്ടിയിലൊക്കെ രക്താവും. അപ്പൊ ഇവന് ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് വേണ്ട. അതേസമയം അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അവനെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി നോക്കണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിമീങ്ങൾക്ക് ശല്യം ചെയ്യരുത്. അത് വലിയ അപകടമാണ്. അത് ഈമാനില്ലാതെ ചത്തുപോകാനുള്ള വഴിയാണ്. അതുകൊണ്ടല്ലേ മഹാനവരികൾ പറയാണ്, കഴിഞ്ഞ 30 വർഷക്കാലമായി ഞാനതാ അല്ലാഹുവിനോട് തൗബ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഞാൻ അല്ലാഹുവിനോട് കഴിഞ്ഞ 30 വർഷക്കാലമായി തൗബ ചെയ്യാനുള്ള കാരണം? ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അതിന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണോ പ്രയാസമാണോ? നല്ല കാര്യമല്ലേ? ഈമാനുള്ളവന്റെ അടയാളമാണ് അൽഹംദുലില്ലാ പറയണം. അതേസമയത്ത് മഹാനവരുകൾ പറയാണ് 30 വർഷക്കാലമായി ഞാൻ അള്ളാഹിനോട് തൗബ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിന്റെ പേരിൽ അറിയോ? ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു തവണ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു പോയി. അത് എന്തിന്റെ പേരിലാണ് അൽഹംദുലില്ലാ പറഞ്ഞത്? മഹാനവരുകൾ പറയാണ്, ബഗ്ദാദിൽ തീ പടർന്നു പിടിച്ചു. ആ ബഗ്ദാദിൽ ഒരുപാട് കടകൾ കത്തി നശിച്ചു. അവിടെ എന്റെയും ഒരു കടയുണ്ടായിരുന്നു, ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരാള് വന്നിട്ട് പറഞ്ഞു, ബഗ്ദാദിൽ തീ പിടിച്ചു, എല്ലാവരുടെയും കടകൾ കത്തി നശിച്ചു. പക്ഷേ സിർറു സിഖ്തി തങ്ങളെ അവിടുത്തെ ഷോപ്പിന് ഒന്നും ഒരു പോരലുമേറ്റില്ല. എല്ലാവരുടെ കടകൾ കത്തി, എന്റെ കട കത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത്. ഞാൻ അവിടെ ചിന്തിക്കേണ്ടിയിരുന്നത്, എന്റെ ഷോപ്പ് കത്താത്തതല്ലോ, മറ്റുള്ള ഷോപ്പുകളെല്ലാം കത്തിയിട്ട് എന്റെ ഷോപ്പ് കത്തിയില്ലെങ്കിലും മറ്റുള്ള മുഅ്മിനീങ്ങളെ കടകളും കത്തി നശിച്ചില്ലയോ? അതിന്റെ പേരിൽ എനിക്ക് സങ്കടമുണ്ടാകേണ്ടതല്ലയോ?
ഞാൻ അതിന്റെ പേരില് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിന്റെ പേരില് കഴിഞ്ഞ 30 വർഷക്കാലമായി ഞാൻ അല്ലാഹുവിനോട് തൗബ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾക്കൊരു അതാ സങ്കടമുണ്ടായാൽ അത് നമ്മുടെ സങ്കടമാണ്, അങ്ങനെ കരുതണം. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, അതിന് മുസ്ലിമീങ്ങൾക്ക് ശല്യം ചെയ്യരുതെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനല്ലേ, സ്വന്തം നാട്ടിലുള്ളവർ പരസ്പരം ശല്യം ചെയ്യാൻ പാടില്ല. അത് എന്തിന്റെ പേരിലായാലും സാരില്ല, സംഘടനന്റെ പേരിലായാലും സാരില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ശല്യം ചെയ്യാൻ പാടില്ല. സംഘടന ഒന്നിലധികം ഉണ്ടാകുന്നതിന് വിരോധമൊന്നുമില്ല, സംഘടന എത്രയും വേണം. ഇപ്പൊ കണ്ടില്ലേ, ഒരൊറ്റ പതാകയുടെ കീഴിൽ തന്നെ എത്ര സംഘടനയാണ്. ജമിയത്തുൽ ഉലമയുടെ കീഴിൽ കേരള മുസ്ലിം ജമാഅത്തുണ്ട്, SYS ഉണ്ട്, SSF ഉണ്ട്, ഇങ്ങനെ ധാരാളം സംഘടനകളുണ്ട്. കർണാടകയിലും കർണാടക മുസ്ലിം ജമാഅത്ത് പ്രഖ്യാപിച്ചു. ഓരോയിടത്തും ഓരോ യൂണിറ്റുകൾ രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു പതാകയുടെ കീഴിൽ മാത്രമല്ല, മറ്റൊരു പതാകയുടെ കീഴിലും വേറെ ഒരുപാട് സംഘടനകൾ ഉണ്ടാകുന്നതിന് വിരോധമില്ല. പക്ഷേ അത് തമ്മിൽ ഗീബത്ത് പറയാനാകരുത്, ഫിത്ന ഉണ്ടാക്കാനാകരുത്, ഫസാദ് ഉണ്ടാക്കാനാകരുത്. സുബ്ഹാനല്ലാഹ്. സംഘടനയുടെ പേരിൽ ഗീബത്ത് പറഞ്ഞാൽ, നമീമത്ത് പറഞ്ഞാൽ, നാട്ടിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിഅ്റാജ് പോയപ്പോൾ നരകത്തിൽ ഒരു വിഭാഗം ആളുകൾ ശിക്ഷിക്കപ്പെടുകയാണ്. അവരുടെ നഖങ്ങളതാ സാധാ നഖങ്ങളല്ല, ആ നഖങ്ങളെ കൊണ്ട് അവരുടെ നെഞ്ചിനെ അവരതാ കീറിക്കളയുകയാണ്, മുഖഭാഗങ്ങളെ കീറിക്കളയുകയാണ്. ഇതാരാണെന്ന് ചോദിച്ചപ്പോ അല്ലദീന കാനൂ യഅകുലൂന ലുഹൂമൻ നാസ്, ജനങ്ങളുടെ പച്ചയിറച്ചി തിന്നവരാണ് അവര്, ഗീബത്ത് പറഞ്ഞവരാണ്, മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയവരാണ്. അത്തരക്കാർക്കുള്ള ശിക്ഷയാണത്. അപ്പൊ നമ്മൾ ഒരിക്കലും ഗീബത്ത് പറയുന്നവരോ നമീമത്ത് പറയുന്നവരോ ആകരുത്. അപ്പൊ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യാതിരിക്കൽ വേണ്ടത് സ്വന്തം നാട്ടിലാണ്, അയൽവക്കക്കാരിലാണ്, കുടുംബത്തിലാണ്. സുബ്ഹാനല്ലാഹ്, കുടുംബത്തെ ശല്യം ചെയ്യാണ്. ജ്യേഷ്ഠന്റെ മകളെ കല്യാണം, ജ്യേഷ്ഠന്റെ മകളെ കല്യാണത്തിന് ജ്യേഷ്ഠന്റെ മകൾക്ക് പ്രായമായത് എത്രയാണ്? പ്രായമായത് ആകെ 16 വയസ്സേ ഉള്ളൂ, അല്ലെ 17 വയസ്സുള്ളൂ. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തത് ആരറിയോ? സ്വന്തം അനുജനാണ്. ജ്യേഷ്ഠന്റെ മകളെ കല്യാണം ഭംഗിയായ രൂപത്തിൽ നടത്തണം എന്നതിൽ മുന്നിൽ നിൽക്കേണ്ടവൻ അനുജൻ. ഈ അനുജനാണ് സ്റ്റേഷനിൽ പോയി പറഞ്ഞത്. എന്താണെന്നറിയോ? ജ്യേഷ്ഠന്റെ മകളെ കല്യാണം പറഞ്ഞില്ല, നമ്മുടെ നാട്ടിലൊരാളെ കല്യാണം എടുക്കുന്നുണ്ട്, മകൾക്ക് പിന്നെ 18 വയസ്സായിട്ടില്ല എന്നാ. ഇവിടെ അങ്ങനെ ഒരു നിയമമുണ്ടോ? എന്നാ പിന്നെ പോയി പറഞ്ഞു. സുബ്ഹാന ജല്ല ജലാലുഹു ശല്യം ചെയ്തു, സ്വന്തം ജ്യേഷ്ഠന് ശല്യം ചെയ്തു, അനുജൻ. ഇതുപോലെ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യാതിരിക്കേണ്ടുന്നത് വീട്ടിലല്ലേ? ആ വീട്ടിൽ ശല്യം ചെയ്യാറില്ലേ? ഉമ്മമാരെ, നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെയോ? സ്വന്തം മരുമക്കളെ ശല്യം ചെയ്യുന്ന അമ്മായിമ്മമാരില്ലയോ? സ്വന്തം മരുമക്കൾ സ്വന്തം മകന്റെ ഭാര്യയെ ആ മകന്റെ ഉമ്മ വേദനിപ്പിക്കുകയാണ്. കുറച്ച് കൂടുതൽ കഴിച്ചാല് അരി നിന്റെ ബാപ്പ കൊണ്ടുവന്ന് തരുമെന്ന് ചോദിക്കും. ഒരു സഹോദരി വിളിച്ചിട്ട് സങ്കടം പറഞ്ഞത് എന്നോട്, ഉസ്താദേ എന്താ സങ്കടം എന്ന് പറഞ്ഞാല്, കുറച്ച് കൂടുതൽ കഴിച്ചാൽ അരി നിന്റെ അബ്ബ കൊന്നിട്ട് ഇട്ടാണ് അരി എന്നറിയ. പടച്ച റബ്ബേ, ഇതുപോലെ തീരെ ശല്യം ചെയ്യാതിരിക്കേണ്ടതല്ലേ സ്വന്തം വീട്ടില്? ആ സ്വന്തം വീട്ടിലല്ലേ സ്വന്തം മരുമകളെ ശല്യം ചെയ്യുന്ന അമ്മായിമ്മമാരില്ലേ? അമ്മായിപ്പോര് ഇതുപോലെ തന്നെ സ്വന്തം അമ്മായിമാർക്ക് ശല്യം ചെയ്യുന്ന മരുമക്കളില്ലേ? പടച്ച റബ്ബേ, അതിരാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഭർത്താവ്. എന്തിന്? ഭാര്യക്കും ഉമ്മാക്കുമൊക്കെ ചെലവിന് കൊടുക്കാൻ. അതിന് ജോലി വേണം, അതാ പൈസ വേണം, പൈസ ഉണ്ടാക്കണമെങ്കിൽ ജോലി വേണം. ആ ജോലി ചെയ്യാൻ വേണ്ടി അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. മടങ്ങി വരുന്നത് വൈകുന്നേരമാണ്. ആ വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ, ഓ ഉമ്മമാരെ, ഒരു നല്ല പുഞ്ചിരിയോടെ, പുഞ്ചിരിയുള്ള മുഖത്തോടെ
ഭർത്താവിനെ സ്വീകരിക്കാൻ മനസ്സ് വരാത്തതെന്തേ? ഈ ഭർത്താവ് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോ ഇവളെ മുഖണ്ട് ഇങ്ങനെ കൽത്തപ്പം പോലെ ആയിരിക്കുകയാണ്. കണ്ണൂർ ഭാഗത്ത് പോയാൽ അവിടെ ഒരു അപ്പുണ്ട്, കുറച്ച് തടിച്ചിട്ടുള്ള അപ്പാണ്. അതിന് യുക്കാലു ലഹു ടയറപ്പം. അതിന്റെ പേര് ടയറപ്പം എന്നാണ്. ഭയങ്കര തടിച്ചിട്ട്, സാധാ വണ്ടിന്റെ ടയറൊന്നും അല്ല, ലോറിന്റെ ടയർ പോലെ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലെ ചില സ്ത്രീകളെ മുഖങ്ങൾ വീർത്തിരിക്കുകയാണ് ദേഷ്യം. ഭർത്താവ് വന്ന ഉടനെ ഇവൾ പോയിട്ട് റൂമിലേക്ക്, ഭർത്താവ് വന്ന ഉടനെ ഭർത്താവിനെ സ്വീകരിച്ച് ഭർത്താവിന് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അതല്ലേ വേണ്ടത്. അതേ സമയത്ത് ഇവൾ പോയിട്ട് റൂമിലിരിക്കും. ഭർത്താവ് ചോദിച്ചു, എന്തേ മുഖ കൽത്തപ്പ പോലെ ആയിടല്ലേ? നിങ്ങളെ കെൽത്തി ഔത്തുലിക്കട തോലുന്നൊക്കെ സമാധാനം ഇല്ല. തൊണ്ടി ഈ വീട്ടിലുള്ള സമയം വരെ എനിക്ക് സമാധാനമില്ല. തൊണ്ടി ചില സ്ഥലത്ത് അങ്ങനെ പറയാം. ആരെക്കുറിച്ചായി തൊണ്ടി എന്ന് പറഞ്ഞത്? കിളവിന്ന് ആരെക്കുറിച്ചാ പറഞ്ഞത്? സ്വന്തം അമ്മായിമാനെ, സ്വന്തം ഉമ്മാനെ കുറിച്ച് മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അടച്ചറബേ, സുബ്ഹാനല്ലാഹ്. ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളങ്ങനെയായാൽ പറ്റുമോ? എന്ത് പ്രയാസമുണ്ടായാലും നിങ്ങൾ പരസ്പരം സംസാരിച്ച് സമാധാനിക്കേണ്ടവരല്ലേ? ആ മരുമക്കളായ നിങ്ങൾ അമ്മായിമാന്റെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുന്നതിനേക്കാളും മുമ്പ് നിങ്ങൾ അമ്മായിമാനെ സ്നേഹിക്കണം. കാരണം അത് ഏതെങ്കിലും ഒരു അമ്മായിമല്ല. നമ്മൾ ചില സ്ത്രീകളെ അമ്മായി അമ്മായി എന്ന് വിളിക്കും. അങ്ങനത്തെ അമ്മായിയൊന്നും അല്ലാതെ സ്വന്തം ഭർത്താവിന്റെ ഉമ്മയാണ്. ആ ഉമ്മാനെ സ്നേഹിക്കണം. ഇതുപോലെ തന്നെ ആ ഭർത്താവിന്റെ ബാപ്പാനെ സ്നേഹിക്കണം. ചില അമ്മായിമ്മമാരുണ്ട്, മരുമക്കളെ ശല്യം ചെയ്യാൻ പാടില്ല. എന്തേ കാരണം? ഓ അമ്മായിമ്മമാരെ, നിങ്ങളതാ മരിക്കാൻ സമയം അടുത്താൽ ചിലപ്പോ നിങ്ങൾ കിടത്തത്തിലാകും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമുക്ക് അങ്ങനത്തെ ഒരു മരണം അള്ളാഹു തരാതിരിക്കട്ടെ. ആ കിടത്തത്തിലായാൽ നിങ്ങളുടെ നജസ്സുകളൊക്കെ അവിടെ തന്നെ പോകുന്ന സമയമാണ്. ആ നജസിൽ നിന്ന് നിങ്ങളെ വൃത്തിയാക്കേണ്ടുന്നതാരാണ്? ആരാ വൃത്തിയാക്കേണ്ടത്? നിങ്ങളെ മരുമക്കളാണ്. ഞാനിപ്പോ ഈ അടുത്തൊരു സ്ഥലത്ത് ഒരു വീട്ടിൽ പോയി. അവിടെ ഒരു പ്രായമുള്ള ഒരാള്, ഒരു 90 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കടത്തത്തിലാന്ന് പറഞ്ഞപ്പോ കാണാൻ പോയതാ. കാണാൻ പോയപ്പോ ആ റൂമിൽ ഭയങ്കര ഘമഘമാ സ്മെല്ലാണ്. നജസിന്റെ സ്മെല്ലല്ല, പൗഡറിന്റെ സ്മെല്ലും അത്തറിന്റെ സ്മെല്ലും. എനിക്കത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. ചിലപ്പോ ഞാൻ പോയപ്പോ അങ്ങനെ ആക്കിയതാണോ എനിക്കറിയില്ല, എല്ലാ സമയത്തും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ നല്ലതല്ലേ വിചാരിക്കേണ്ടത്, നല്ലതല്ലേ കരുതേണ്ടത്. അപ്പൊ ഞാൻ മനസ്സിലാക്കി എല്ലാ സമയത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ആ വീട്ടിലെ സ്ത്രീകൾ നല്ല സ്ത്രീകളാണ്. എന്താ കാരണം? ഭർത്താവിന്റെ ഉപ്പാനെ നജസിൽ കടത്താൻ പാടില്ല. ഭർത്താവിന്റെ ബാപ്പാനെ എപ്പോഴും നല്ല ശുദ്ധിയിൽ വെക്കണം. കാരണം ബാപ്പ മരിക്കുന്ന സമയമാണ്. ആ ബാപ്പാന്റെ അടുത്ത് റഹ്മത്തിന്റെ മലക്കൾ വരണം. നജസുകളൊക്കെ ഉള്ള സ്ഥലത്ത് റഹ്മത്തിന്റെ മലക്ക് വരില്ല. അങ്ങനെ ചിന്തിക്കുന്നു ഈ മരുമകൾ. ഇതുപോലെ അമ്മായിമ്മമാരെ, ആ മരുമക്കളല്ലേ നജസിൽ നിന്ന് നിങ്ങളെ വൃത്തിയാക്കേണ്ടുന്നത് അവരല്ലേ? പോരാ, ആ മരുമക്കളല്ലേ നിങ്ങൾക്ക് സക്കറാത്തിന്റെ വേദന അനുഭവിക്കുമ്പോ, വെള്ളം ആവശ്യപ്പെടുമ്പോ നിങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കേണ്ടുന്നത് അവരല്ലേ? നിങ്ങളെ പെൺമക്കള് നിങ്ങളെ കൂടെയില്ല, അവരുള്ളത് അവരെ ഭർത്താവിന്റെ വീട്ടിലല്ലേ? ഒരിക്കലും അതാ മരുമക്കളെ ശല്യം ചെയ്യരുത്. ഇങ്ങനെ മുസ്ലിമീങ്ങളെ തീരെ ശല്യം ചെയ്യരുത്. ആ രൂപത്തിൽ മുസ്ലിമീങ്ങളെ ശല്യം ചെയ്താൽ മരിക്കുന്ന സമയത്ത് ഈമാന് നഷ്ടപ്പെട്ടു പോകൂ. ഇന്നത്തെ വലിയ ദുരന്തമല്ലേ ഇത്? ചെറിയ ഒരു വിഷയം വരുമ്പോഴേക്ക് വേറെ ഒരു മുസ്ലിമിനെ എങ്ങനെ ശല്യം ചെയ്യണം എന്ന് ചിന്തിക്കലല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളെ ഇബാദത്ത് ഫലം കാണൂല. അപ്പൊ ഈ 4 കാര്യമാണ് പ്രധാനമായും ഇന്നത്തെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചത്. ഇത് നമ്മളെല്ലാവരും ഒരു നല്ലവണ്ണം ശ്രദ്ധിക്കണം. എന്നാൽ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കാൻ കഴിയൂ. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. എന്റെ മുഅ്മിനീങ്ങളും എണീറ്റ് നിൽക്കുമോ? എല്ലാ മുഅ്മിനീങ്ങളും അടുത്തേക്ക് വരണം. നമ്മുടെ ആദ്യത്തെ ദിവസമാണിത്.
നമുക്ക് ഇവിടുന്ന് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മുടെ സദസ്സ് ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സാക്കി തരട്ടെ. എല്ലാവരും അടുത്തേക്ക് വരിക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും അടുത്തേക്ക് വരിക. നമ്മൾ ഇതിലൂടെ സ്വായത്തമാക്കിയ ആത്മീയ ചൈതന്യം, ആ സ്വലാത്തിനോടുള്ള ആവേശം അത് നിലനിർത്തണം. അതിന് ധാരാളം സ്വലാത്ത് ചൊല്ലണം. മരിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് മരിക്കണം. അതിനൊരു നല്ല വഴി ഞാൻ ഈ സദസ്സിൽ പറഞ്ഞു നിർത്തട്ടെ. ധാരാളം വഴികളുണ്ട്. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കം വരുന്നത് വരെ അങ്ങനെ ചൊല്ലിക്കിടന്നുറങ്ങിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയും. ചെറുപ്പക്കാരാ, നമ്മൾ ആ സമയത്ത് മൊബൈൽ കണ്ട് ഉറങ്ങരുത്. പെങ്ങളെ, സിനിമ കണ്ട് ഉറങ്ങരുത്. നമ്മൾ ഉറക്കം വരുന്നത് വരെ നമ്മുടെ ഖൽബിൽ ഒരൊറ്റ ചിന്ത വേണം. അത് എന്റെ ഹബീബിനെ കുറിച്ചുള്ള ചിന്തയാണ്. ദിൽ മേ ഖുദാ കി മുഹബ്ബത്ത് ബസാലോ, अपने चेहरे को नमाज से नूरानी बना लो. दुनिया की मोहब्बत से क्या मिलेगा दोस्तों, नबी की सुन्नत से जन्नत सजा लो. ഹബീബായ തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അതിനെ നെവർ മൈൻഡ് ചെയ്യുന്നവരാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് സുന്നത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കുക. മറ്റൊന്ന് ഞാൻ പറഞ്ഞില്ലേ, ഉമ്മമാരെ നിങ്ങൾ കേൾക്കണം, ഉൾക്കൊള്ളണം. ഉറക്കം വരുന്നത് വരെ ഉളു എടുത്തിട്ട് കിടന്നുറങ്ങുമ്പോ ഉറക്കം വരുന്നത് വരെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരും സ്വലാത്തും അത് ചൊല്ലി കിടന്നുറങ്ങണം. ആ സമയത്ത് തങ്ങളെ കുറിച്ചുള്ള വിചാരമാണ്. അതുകൊണ്ടാണ് ഒരു ശിഷ്യൻ, ഇമാമിങ്ങളൊക്കെ കിതാബിൽ എഴുതിയത് കാണാം, ഒരു ശിഷ്യൻ ഉസ്താദിനോട് പോയിട്ട് പറഞ്ഞു, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണണം. ആ ശിഷ്യനോട് ഉസ്താദ് പറഞ്ഞു, നല്ലൊരു വഴിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഏതാണ് ആ വഴി? വീട്ടിൽ പോകണം, ഭാര്യയോട് പറയണം നല്ലൊരു മീൻകറി ഉണ്ടാക്കി തരണം. ആ മീൻകറി തങ്ങളെ കാണാൻ മീൻകറിയോ? അതെ, മീൻകറി ഉണ്ടാക്കി തരണം. എന്നിട്ടോ ആ മീൻകറിയിൽ നല്ല ഉപ്പ് ചേർക്കണം, ശക്തമായ ഉപ്പ് ചേർക്കണം. ഷെയ്ഖ് മുരീദിനോട് പറഞ്ഞു കൊടുക്കുക, ഉസ്താദ് ശിഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ശക്തമായ ഉപ്പ് ചേർക്കണം. എന്നിട്ട് ഉപ്പ് തിന്തവണു നീറു കുടിയുത്താനേ എന്ന് പറഞ്ഞിട്ട് കന്നഡയിൽ ഒരു വാക്കുണ്ട്, ഉപ്പ് കഴിച്ചാൽ വെള്ളം കുടിക്കും. അപ്പോ ഞാനിങ്ങനെ പലപ്പോഴും ഞാനിപ്പോ അടുത്ത് എന്റെ ദർസിൽ പഠിക്കുന്ന മുത്താലിമിങ്ങളോട് ചോദിച്ചു, ഈ കടകള് അടക്കണ സമയത്ത് എല്ലാം ഉള്ളിൽ വെക്കും, ഉപ്പിന്റെ ബാക്ക് പുറത്ത് തന്നെ വെക്കും അല്ലെ? എവിടെ തന്നെയാണോ? അപ്പൊ ഞാൻ ഈ മുത്താലിമികളോട് ചോദിച്ചു, അതെന്താടാ അങ്ങനെ? ഉപ്പിന് ആരും കട്ടുണ്ടോലേ? ഉപ്പ് മനുഷ്യൻ ആവശ്യമില്ല. ഒരു വലിയ കല്യാണത്തിനൊക്കെ കുറെ ഉപ്പ് വേണ്ടി വരില്ലേ? അപ്പൊ പിന്നെ ഒരു പാക്കെങ്കിലും ഒരു പാക്ക് അത് ആവശ്യമുള്ളതല്ലേ? അപ്പൊ ഇവർ പറഞ്ഞു, അത് പൊതുവെ ഒരു ധാരണയുണ്ട്, ഉപ്പ് കദ്ദവണു ഉദ്ധാരവാകുന്നില്ല, ഉപ്പ് കട്ടവൻ ഒരിക്കൽ നന്നാവൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഉപ്പ് മാത്രമാണോ? എന്ത് കട്ടാലും അങ്ങനെ തന്നെയല്ല, നന്നാവൂല എന്നല്ലേ? പക്ഷെ മനുഷ്യന്മാർക്കിടയിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ട്, എല്ലാ ജാതിക്കാർക്കിടയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, സുബ്ഹാനല്ലാഹ്, ഉപ്പ് ചേർത്ത് നല്ല ഉപ്പൊക്കെ കൂട്ടിയിട്ടുള്ളൊരു നല്ല കറി ഉണ്ടാക്കണം. എന്നിട്ട് അതും കഴിച്ചിട്ട് കുടിച്ചിട്ട് കിടന്നുറങ്ങണം. അപ്പൊ വെള്ളം വേണമെന്ന് തോന്നും, പക്ഷേ വെള്ളം കുടിക്കരുത്. ഷെയ്ഖ് മുരീദിനോട് പറഞ്ഞു. അങ്ങനെ ഈ മുരീദ് അതുപോലെ ചെയ്തു. വെള്ളം കുടിച്ചില്ല, കിടന്നുറങ്ങി. പിറ്റേന്ന് ഉസ്താദിന്റെ അടുത്ത് പോയി. ഉസ്താദ് ചോദിച്ചു, അല്ല മോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടോ? ഇല്ല, കണ്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തില്ലേ? ചെയ്തു. പിന്നെന്താ കാണാത്തത്? പിന്നെന്താ കണ്ടത്? കണ്ടത് വെള്ളമാണ്. പോയിന്റ് മനസ്സിലാക്കണം. അപ്പൊ ഉസ്താദ് പറഞ്ഞു, അതാണ് വേണ്ടത്. ശിഷ്യനോട് പറഞ്ഞു, മോനെ,
എന്തേ നീ ഉപ്പ് കാണാൻ കാരണം എന്തേ? നീ കിടന്നുറങ്ങുന്ന സമയത്ത് നിന്റെ മനസ്സിലെ ചിന്ത വെള്ളം കാണാൻ കാരണം എന്തേ? നീ അതാ നല്ല ഉപ്പ് ചേർത്തിയ കറി കൂട്ടി, അപ്പൊ നിനക്ക് ദാഹമുണ്ടായി, വെള്ളം വേണമെന്ന് തോന്നി. പക്ഷെ ഞാൻ വെള്ളം കുടിക്കണ്ടെന്ന് പറഞ്ഞോണ്ട് നീ കുടിച്ചില്ല. അതുകൊണ്ട് നീ കിടന്നുറങ്ങുന്ന സമയത്ത് നിന്റെ മനസ്സിലെ ചിന്ത വെള്ളം 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 വെള്ളം. ആ ചിന്തയിൽ നീ ഉറങ്ങിയപ്പോ ഉറക്കത്തിൽ നിനക്ക് വെള്ളത്തെ കണ്ടു. ഇതുപോലെയാണ് മോനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണണമെങ്കിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഉറക്കം വരുന്നത് വരെ ആ ഹബീബിനെ കുറിച്ചുള്ള ചിന്ത വേണോ? ഹബീബിനെ കുറിച്ചുള്ള ചിന്തയുണ്ടായിട്ട് കിടന്നുറങ്ങിയാൽ തങ്ങളെ കാണാൻ കഴിയും. ഇതുപോലെയാണ് ഉറക്കം വരുന്നത് വരെ ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ആ സൂറത്ത് ചൊല്ലിയിട്ട് കിടന്നുറങ്ങിയാൽ അത് തങ്ങളെ കുറിച്ചുള്ള സൂറത്താണ്. അതുകൊണ്ട് തങ്ങളെ കാണാൻ കഴിയും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വഴിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ വഴിയാണ്, ഇക്സാറുസ് സ്വലാത്തി അലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കിടന്നുറങ്ങുന്ന സമയത്ത് വുളു ഇല്ലാത്ത ഉറക്കം വേണ്ട. തങ്ങളെ കാണണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവെക്കുമോ? അല്ലാഹു ഭാഗ്യം തരട്ടെ. എന്നാ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞെന്നാൽ ഇൻഷാ അല്ലാഹ് ഞങ്ങളത് ചെയ്യുമെന്ന് പറയുന്നവരൊന്ന് കൈവെക്കുമോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താ വഴിയെന്നറിയോ? രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഉളു എടുക്കണം, ഉളുവോടെ കിടന്നുറങ്ങണം. എന്നിട്ടോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു എണ്ണം സ്വലാത്ത് നിശ്ചയിക്കണം. അത് 25 ആണെങ്കിൽ 25, 50 ആണെങ്കിൽ 50, 100 ആണെങ്കിൽ 100, 500 ആണെങ്കിൽ 500. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു എണ്ണം സ്വലാത്ത് നിശ്ചയിക്കണം. നിങ്ങൾക്കറിയില്ലേ അഹമ്മദ് ഷൂനി തങ്ങള് എല്ലാ ദിവസവും, അതേ നൂറുദ്ദീൻ ഷൂനി തങ്ങള് എല്ലാ ദിവസവും 30,000 സ്വലാത്ത് ചൊല്ലും രാത്രി കിടന്നുറങ്ങുമ്പോ. തങ്ങളെ കാണാൻ വേണ്ടിയാണ്. അഹ്മദു സവാവി തങ്ങളോ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുമ്പോ 50,000 സ്വലാത്ത് ചൊല്ലിക്കിടന്നുറങ്ങും. എന്തേ കാരണം? തങ്ങളെയൊന്ന് കാണണമെന്ന ചിന്തയാണ്. അതുകൊണ്ട് അവർ ഏത് സ്ഥാനത്തേക്ക് എത്തി? ഫത്ഹുൽ ഇലാഹ് മിഷ്കാത്തിന് ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങൾ എഴുതിയ വ്യാഖ്യാന ഗ്രന്ഥമാണ്. ആ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ കാണാം, അവർ തങ്ങളെ വിളിച്ചാൽ തങ്ങൾ നേരിട്ട് അവരെ പോയി സഹായിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും 30,000 സ്വലാത്ത് ചൊല്ലുന്നവരടുത്തേക്ക് തങ്ങൾ പോകാതിരിക്കോ? എന്നും 50,000 സ്വലാത്ത് ചൊല്ലുന്നവരടുത്തേക്ക് തങ്ങൾ പോകാതിരിക്കോ? അതേസമയത്ത് നമ്മളെ കൊണ്ട് അതൊന്നും കഴിയില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു എണ്ണം സ്വലാത്ത് നിശ്ചയിക്കുക, എണ്ണം നിശ്ചയിക്കുക. എന്നിട്ട് ആ എണ്ണം സ്വലാത്ത് ചൊല്ലിയിട്ട് കിടന്നുറങ്ങുക. എന്നാൽ എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല. മരിക്കുന്നതിന് മുമ്പായി ഒരിക്കലെങ്കിലും ഹബീബിനെ കാണാൻ കഴിയും. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ നമുക്ക് ഈ സദസ് നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ തൗഫീഖ് ലഭിക്കുന്ന സദസ്സാക്കണേ അല്ലാഹ്. കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF ഈ നാട്ടിലുള്ള സത്യവിശ്വാസികൾക്ക് ജീവിതത്തിൽ ഉപകരിക്കുന്ന അറിവ് പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ വലിയ ചെലവൊക്കെ ഉപയോഗിച്ച് മുടക്കിയിട്ട് ഇത്രയും നല്ല പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോ ഈ സംഘാടകരെ നീ ഖായിബാക്കല്ലേ അല്ലാഹ്. ഇതിനോട് സഹകരിച്ചവർ, സഹായിച്ചവർ, ഈ സദസ്സ് ഭംഗിയാക്കി തന്ന പുരുഷന്മാര്, സ്ത്രീകൾ, എന്ത് വിഷമം അവർക്കുണ്ടോ, എന്ത് പ്രയാസം അവർക്കുണ്ടോ, സർവ പ്രയാസത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ തങ്ങളെ ബറക്കത്ത് കൊണ്ട് നീ സലാമത്ത് നൽകണേ അല്ലാഹ്.
ഈ പരിപാടി എത്രയോ പേര് ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, പ്രവാസികൾ വലിയ പ്രയാസത്തിലാണ്. നീ അവർക്ക് പരിഹാരം കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഒരു 3 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് പിരിയണം. ഇതിന് നല്ല ചെലവ് വരും. സംഘാടകർക്ക് പൈസ വേണം. ഭക്ഷണ സമാപന ദിവസം തബറുക്കിന് ഭക്ഷണം കൊടുക്കുന്നതിലേക്ക് ബിസ്മില്ലാ. അല്ലാഹുവേ, സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരികളുടെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ഹുർമത്ത് കൊണ്ട്, ഈ ഇൽമിന്റെ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് എന്ത് തകർച്ചയാണോ ബിസിനസ് സംബന്ധമായി അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, നീ അത് മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഉയർച്ച നൽകണേ അല്ലാഹ്. റിഫഅത്ത് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ദില്ലത്തിലാക്കല്ലേ അല്ലാഹ്. ഒരു പ്രയാസത്തിലും പെടുത്തല്ലേ അല്ലാഹ്. ഇവിടെ തന്ന സംഭാവന ഉയർച്ച ലഭിക്കാനുള്ള സബബാക്കി കൊടുക്കണേ അല്ലാഹ്. ബിഹഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ചെറിയ ദുആ നടത്തി പിരിയാം. സ്വല്ലല്ലാഹു 50 വെച്ചപ്പോൾ 100 50 തിരിച്ചേരണ്ടല്ലോ. അല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. നീ പൈസ തന്നില്ലെങ്കിൽ സാരല്ലോ, ഒന്ന് മുസാഫത്ത് ചെയ്യാം. വരും മനുഷ്യന്മാരെ, നിങ്ങളെ കൈ കൊണ്ട് ഞാനൊന്ന് നന്നാകട്ടെ. ഞാൻ കുറെ ദൂരെ പോവല്ലേ, അപ്പോൾ ഈ നിങ്ങളെ കൈ തൊട്ടിരുന്നെങ്കിൽ എനിക്കൊരു കാവൽ കിട്ടുമല്ലോ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഗൾഫിൽ ഉള്ള നമ്മുടെ ഒരു പ്രവർത്തകൻ സുഖമില്ലാതെ ഇപ്പം നാട്ടിൽ വന്നിരിക്കുകയാണ്. കബീർ എന്നാണ് പേര്. അല്ലാഹുവേ, നീ കാമിലായ ഷിഫ നൽകണേ റഹ്മാൻ. എന്ത് അസുഖമാണെങ്കിലും നീ മാറ്റിക്കൊടുക്കണം റഹ്മാൻ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا محمد. أرحم الراحمين يا الله, ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇത്രയും നേരം ഇവിടെ ഒരുമിച്ചു കൂടിയ മുഴുവൻ പുരുഷന്മാർ, ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, നീ അവർക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. വിഷമങ്ങൾ പ്രയാസങ്ങൾ പലതുമുണ്ട്, നീ തീർത്ത് തരണേ റഹ്മാനെ. ഈ വേദിയിലുള്ള ആലിമീങ്ങൾക്കും ഉമറാക്കൾക്കും സദസ്സിലുള്ള മുഅ്മിനീങ്ങൾക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. നമ്മുടെ മക്കൾ വിദ്യാർത്ഥികൾ വീട്ടിലെ നമ്മുടെ മക്കൾ വിദ്യാർത്ഥികൾ പരീക്ഷകൾ എഴുതുകയാണ്. നല്ല വിജയം നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഇത്രയും നേരം ഇവിടെ ഒരുമിച്ചു കൂടിയത് ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കണേ റഹ്മാനെ. ഇത്രയും സമയം ചെലവഴിച്ചത് ദുനിയാവിൽ സുഖിക്കാനോ രസിക്കാനോ അല്ല, നിന്റെ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞതാണ്, കേട്ടതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, കടങ്ങളുള്ളവരുണ്ട്, വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ. സ്വന്തം വീട് പോലും ഇല്ലാത്തവരുണ്ട്, ഖൈറായ വീട് നൽകണേ റഹ്മാനെ. വീട് പണി നടക്കുന്നുണ്ട്, നീ പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ. ഞാനിവിടെ വന്നപ്പോൾ ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു വന്നതാണ്. ആ വീട്ടിലെ പുരുഷന്മാർക്കും ഭക്ഷണമുണ്ടാക്കി തന്ന സഹോദരിമാർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF ഇതിൻ്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഈ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട്, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരുമായി ബന്ധപ്പെട്ട്, ഈ മഹല്ലുമായി ബന്ധപ്പെട്ട് ആരെല്ലാം മരണപ്പെട്ട് ഖബറിൽ കഴിയുന്നുണ്ടോ അവരുടെ ഖബറിലേക്ക് ഇതിൻ്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളുണ്ട്, ഖൈറായ ഇണകളെ നീ വിധിക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവരുണ്ട്, ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. ഈ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരുന്ന പ്രവാസികൾ പലരും ഉണ്ട്, അവർക്കുള്ള വിഷമങ്ങൾ ഫുള്ളായി നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഈ ദുആ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ.
ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വീട്ടിൽ പോയി കുറേ വിശ്രമിച്ചു, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. കുറേ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കുറേ സമയം ഞാൻ ഇവിടെ ചെലവഴിച്ചു. നമ്മൾ സ്നേഹിക്കുന്ന ഒരു നല്ല വ്യക്തിത്വമാണ്. നീ അവർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിപ്പുള്ളവരെ ഉമ്മാക്ക് നല്ല ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, കല്യാണം കഴിഞ്ഞ വർഷങ്ങളോളമായി ഒരു കുഞ്ഞുകാല് കണ്ടില്ലെന്ന് സങ്കടം പറഞ്ഞവരുണ്ട്. ഈ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട്, കവരത്ത് ദ്വീപിൽ മറപ്പെട്ട് കിടക്കുന്ന ഖാസിം വലിയ തങ്ങളെ ബറക്കത്ത് കൊണ്ട് നീ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. നമുക്ക് തന്ന മക്കളെ നല്ല മക്കളാക്കണേ അല്ലാ. ഈ ദുആ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. പടച്ച റബ്ബേ, ഈ ഉള്ളവന്റെ പിതാവ് ഉൾപ്പെടെ നമ്മിൽ പലരും മരിച്ചിട്ട് ഖബറിലാണ്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മോമിനീങ്ങളുമായി ബന്ധപ്പെട്ടവർ പലരും ഖബറുകളിലാണ്. അവരുടെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ. അവരെയും നമ്മെയും സ്വർഗത്തിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. ജീവിച്ചിരിപ്പുള്ള ഈ വിനീതന്റെ ഉമ്മ, ഭാര്യ, മക്കൾ ഉൾപ്പെടെ ആരെല്ലാം നാമുമായി ബന്ധപ്പെട്ടവരുണ്ടോ, ഇവിടെ ഒരുമിച്ച് കൂടിയ മോമിനീങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യമാര്, മക്കള്, ജേഷ്ഠാനുജന്മാര്, വീട്ടുകാര്, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങളെ നമുക്കാർക്കും തരല്ലേ റഹ്മാനെ. പേര് പറയുമ്പോഴേക്ക് കേൾക്കുമ്പോഴേക്ക് പേടിയാകുന്ന രോഗങ്ങളെ നമുക്കാർക്കും തരല്ലേ റഹ്മാനെ. ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരായിരുന്ന സയ്യിദുനാ താജുൽ ഉലമാ തങ്ങളെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ. ശൈഖുനാ നൂറുൽ ഉലമാ ഉസ്താദിന്റെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ. ത്വാഹിറുൽ അഹ്ദൽ തങ്ങളുടെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ. അവിടുത്തെ ഉറൂസ് നടക്കുകയാണ്, നീ സന്തോഷത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിച്ചിരിപ്പുള്ള നമ്മുടെ നേതാക്കൾ, സഹപ്രവർത്തകർ, ആദരണീയരായ റഈസുൽ ഉലമാ ഉസ്താദ് അവരുകളും സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവരുകളും ഇങ്ങനെ തുടങ്ങി വിനീതന്റെ ഗുരുവര്യരായ ശൈഖുനാ മുഹയ്യിസുന്ന ഉസ്താദ് ഉൾപ്പെടെ നമ്മുടെ എല്ലാ ജീവിച്ചിരിപ്പുള്ള നേതാക്കൾക്കും ഉമറാക്കൾക്കും സംഘടനാ പ്രവർത്തകർക്കും അവരുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഭാര്യമക്കൾക്കും കുടുംബത്തിനും ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഈ ദുആ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. എത്രയോ ഉമ്മമാർ ഇത്രയും നേരം അവിടെ ഇരുന്നു, സംസാരം കേട്ടു. അവർക്ക് പലതും പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാനുണ്ട്. പക്ഷേ അവരെ ഖൽബ് നിനക്ക് കാണുന്നുണ്ടല്ലോ. എന്ത് ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ടാണോ ആമീൻ പറയുന്നത്, നീ അത് സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ ദുആ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. റബ്ബനാ, ഇതിനു വേണ്ടി അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, ഓടി നടന്നവർ, സഹായിച്ചവർ, ശേഖരിച്ചവർ, ഇവിടെ സംഭാവന ചോദിച്ചപ്പോൾ തന്നവർ, അതുപോലെ തന്നെ ഒരുമിച്ച് കൂടിയവർ എല്ലാവരെയും നീ ഇഷ്ടപ്പെടുന്ന നിന്റെ അടിമകളാക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. وبفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. നാളെ ആദരണീയരായ ലുക്മാനുൽ ഹക്കീം സഖാഫി ഉസ്താദ് പുല്ലാര ഉസ്താദിൻ്റെ പ്രൗഢഗംഭീരമായ പ്രഭാഷണം ഉണ്ടായിരിക്കും. എല്ലാവരും വന്ന് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലെ പരിപാടികളും എല്ലാവരും പങ്കെടുത്ത് അതിൻ്റെ പുണ്യം കരഗതമാക്കണമെന്ന് അറിയിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.